എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇന്നലെ ഭക്തമാനസ്യ ഹംസിക എന്നുള്ള തലക്കെട്ടോടുകൂടി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ദേവിയെ എങ്ങനെ ഒരു ഹംസികയാക്കി നമ്മുടെ മാനസ സരോവറിൽ നമുക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന് ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് മനോഹരമായിരിക്കുന്ന ഭക്തരുടെ കഥകള്, അതുപോലെ തന്നെ ദേവിയെ കുറിച്ചുള്ള കൂടുതൽ അറിവുകള് എല്ലാമാണ് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഇന്ന് ദേവി ലളിതാംബികയുടെ ആവിർഭാവം, ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് വന്ന അമ്മ ഭണ്ഡാസുരനെ വധിക്കാനായിട്ടാണ് വന്നത്. അവസാനത്തെ കഥയാണ്. കാരണം ആ കഥയിലൂടെ നമ്മൾ ഒരു സമാപനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മള് ദേവി വന്നത് കണ്ടു. ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് വന്ന ദേവി നമ്മുടെ ദേവകാര്യം, നമ്മൾ എപ്പോഴാണോ ദേവന്മാരായിട്ട് തീരുന്നത്, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന ദേവിയെ നമുക്ക് നമസ്കരിച്ചുകൊണ്ട്, ഇപ്പൊ ശ്രീചക്ര രഥത്തിൽ വന്ന ലളിതാ ത്രിപുര സുന്ദരിയുടെ 4 കുതിരകള് ധർമ്മ അർത്ഥ കാമ മോക്ഷം 4 പുരുഷാർത്ഥങ്ങളാണ്. ഇപ്പൊ രഥത്തിന്റെ കൊടിക്കൂറ് ആനന്ദമാണ്. രഥത്തിലിരിക്കുന്ന ആയുധങ്ങള് ശ്രീവിദ്യ, ആത്മജ്ഞാനം, പരാവിദ്യ ഇങ്ങനെയുള്ളതാണ്. അതെല്ലാം നമ്മൾ കണ്ടു. നിസ്സാരമായിട്ടൊരു പെണ്ണ് വന്നിരിക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടി ആ ഒരു ആണവ ബലത്തിൽ മുഴുകിയിരിക്കുന്ന ഭണ്ഡാസുരൻ യുദ്ധത്തിന് തയ്യാറായി എന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ കുറച്ച് സേനാധിപന്മാര് യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം ആദ്യം അയച്ചു. ആദ്യ ദിവസം അസുരന്മാരുടെ വാഹനങ്ങളൊക്കെ വളരെ വിചിത്രമാണെന്ന് കണ്ടു. നമ്മൾ നരി, കഴുത, കാകം, ഒട്ടകം, അല്ലെ, ഷടലം, ശവം ഇവയൊക്കെയാണ് ഭണ്ഡാസുരന്റെ യാത്രയ്ക്കുള്ള വാഹനങ്ങള്. ദേവിക്കാണെങ്കിലോ, ദേവിക്ക് കാലാൾപ്പട, കുതിരപ്പട, അല്ലെ, അങ്ങനെയുള്ള അശ്വാരൂഢ, അങ്ങനെ ഒരുപാട് സാത്വികമായിരിക്കുന്ന അനേക പടകള് ദേവിയുടെ സൈഡിലുണ്ട് അസുരന്മാരെ ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ മായാവിദ്യ കൊണ്ട് അസുരന്മാര് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും സർപ്പിണി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഉണ്ടാക്കി. അപ്പോൾ അനേക വിഷസർപ്പങ്ങൾ വന്നുവെന്നും കിരീട രൂപത്തിലുള്ള നകുലി ദേവി ഗരുഡന്റെ പുറത്ത് വന്നുവെന്നും, ഗരുഡനും നകുലിയും കൂടി എല്ലാ പാമ്പുകള്, അതായത് പഞ്ചസേനാപതികള്, സർപ്പിണി എല്ലാവരെയും ഒന്നോടെ ഇല്ലാതാക്കി. അടുത്തതായിട്ട് വലാഹൻ 7 സഹോദരന്മാരുമായിട്ട് എത്തിച്ചേർന്നു. ഇതിന്റെ എല്ലാം എന്താണ് അർത്ഥം എന്ന് നമുക്ക് അവസാനം നോക്കി ഇത് സമാപിക്കാം. കാരണം ഇവരെല്ലാം തന്നെ നമ്മുടെ സാധനയിൽ വരുന്ന ശത്രുക്കളാണ്. ഇവരൊക്കെ ആരാണെന്ന് നമുക്ക് ലാസ്റ്റിൽ. അപ്പോ കണ്ണില് സൂര്യനെ കൊണ്ടുവന്നു. വലാഹന്റെ കണ്ണിൽ കൂടി സൂര്യന്മാര് പ്രകാശിച്ചുവെന്നും ആ വെളിച്ചത്തിൽ ഒന്നും കാണാൻ സാധിക്കാതെ ഇരുന്നപ്പോ ശക്തി സൈന്യങ്ങളെ വിഷമിപ്പിച്ചപ്പോ ദേവി തിരസ്കരണി ദേവിയെ ഉണ്ടാക്കിയെന്നും, ആ ദേവിക്ക് കറുത്ത നിറം, കറുത്ത കവചം, കറുത്ത കുതിരപ്പുറത്ത് വന്നു ചേർന്നു. ഈ വെളിച്ചമെല്ലാം തന്നെ മറഞ്ഞു. അങ്ങനെ അസുരപ്പെടാം എന്താ പറയാ ശക്തിഹീനങ്ങളായി. അങ്ങനെ സന്ധ്യയായിട്ട് ആദ്യത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസത്തെ യുദ്ധമാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഇന്നലെ നമ്മള് ആദ്യത്തെ ദിവസത്തെ യുദ്ധമാണ് കണ്ടത്. അപ്പോ അസുരന്മാരുടെ ബലം എപ്പോഴാണ് ഇരട്ടിയാകുന്നത്? രാത്രിയാണ്, ഇല്ലേ? അപ്പൊ വിഷങ്കനും മറ്റ് നേതാക്കളും എല്ലാം തന്നെ എന്താണ്, രാത്രിയാകാൻ കാത്തിരിക്കുകയായിരുന്നു. കുടിലാക്ഷൻ എന്നുള്ള അസുരൻ വന്ന് തന്റെ പടകളെ എല്ലാം തന്നെ ദേവിയുടെ ശ്രീചക്രത്തിന് ചുറ്റുമായിട്ട് അണിനിരത്തിയെന്നും ദേവിക്ക് കാര്യം മനസ്സിലായി. രാത്രിയിൽ പല പല മായാപ്രയോഗങ്ങളെ അമ്മയ്ക്ക് അറിയാം അവർ ചെയ്യും എന്നുള്ളത്. കാരണം അവരുടെ മനസ്സ് അവിദ്യയാകുന്ന അന്ധകാരം നിറഞ്ഞ മനസ്സാണ് അവർക്കുള്ളത്. ദേവി തിരിനിത്യ ദേവതകളെ വിളിച്ചുവെന്നും അവർ പ്രഥമം മുതൽ എല്ലാവരും വന്നു. ഒരു അഗ്നിവാസിനിയാണ്, ജ്വാലാമാലിനി, ഇവരെല്ലാം വന്ന് പൂർണ്ണമായിട്ട് അഗ്നി സ്വരൂപമായിരിക്കുന്ന അവരുടെ വെളിച്ചത്തിൽ അസുരന്മാരുടെ ഗൂഢപ്രയോഗങ്ങളൊക്കെ പുറത്തു വന്നു. അവരെല്ലാം ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കി. ഇവര് ദേവിയുടെ ശ്രീചക്രരാജ രഥത്തിന് ചുറ്റും ഒരു വലിയ അഗ്നി പ്രാകാരത്തെ ഉണ്ടാക്കി കാവല് നിന്നു. അല്ലെ? ഏകദേശം ഇതുവരെയാണ് നമ്മൾ കണ്ടത്. ഇതിനെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. അഗ്നിപ്രാകാരത്തെ കടക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ യുദ്ധത്തിന്റെ 2-ാം ദിവസം പുലരുകയാണ്. അപ്പൊ പകല് വീണ്ടും യുദ്ധം ആരംഭിച്ചു. ഭണ്ഡാസുരൻ ചിന്താധീനനായി തന്റെ സൈന്യത്തെ കൂടുതൽ ബലപ്പെടുത്താനുള്ള ആലോചന നടത്തിക്കൊണ്ട് 2-ാം ദിവസം തന്റെ 30 മക്കളെ വിളിച്ച് യുദ്ധത്തിനായിട്ട് അയക്കുകയാണ്. ഈ ഭണ്ഡാസുരൻ വരുന്നത് എന്ന് ഭണ്ഡാസുര പുത്രന്മാരാണ് വരുന്നതെന്ന് ദേവിയെ അറിയിക്കാൻ ശക്തിസേനകളെത്തി. ആ സമയത്താണ് വളരെ മനോഹരിയായിരിക്കുന്ന 9 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഓടി വരുന്നത് കണ്ടത്. ആ കുഞ്ഞിന്റെ പേര് ബാല ത്രിപുര സുന്ദരി എന്നായിരുന്നു. അപ്പൊ അമ്മ, ഇന്ന് ഞാൻ ഭണ്ഡപുത്രന്മാരോട് കളിക്കാനായിട്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞത് കേട്ട് ദേവിക്ക് വളരെ സന്തോഷമായി. ആ കുട്ടി പറഞ്ഞത് ഭണ്ഡാസുര പുത്രന്മാരോട്
ഇത്രയും സമയം ഞാൻ ഇതുവരെ കളിക്കാനൊന്നും ഇറങ്ങിയില്ലല്ലോ അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. വെറും 9 വയസ്സുള്ള പിഞ്ചു ബാലികയായിരിക്കുന്ന ബാല തന്റെ അമ്മയായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരിയോട് പറയുകയാണ്, അമ്മ ഇന്നത്തെ കളി, കാരണം ഭണ്ടന്റെ മക്കളല്ലേ വരുന്നത്, അപ്പൊ അമ്മയുടെ മകളായിരിക്കണം ഞാനല്ലേ പോവേണ്ടത്, അമ്മ എന്നെ അനുഗ്രഹിച്ചയക്കണം. കാരണം എനിക്കും ഒരു ദിവസം പോയി ഈ ഒരു ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തരുമെന്ന് പറയുന്നു. ഇത് കേട്ട് ദേവിക്ക് വളരെ സന്തോഷമായി. കുഞ്ഞിന് പോർച്ചട്ടൊക്കെ ഇട്ടു, നെറ്റിയിലെ തിലകം വിജയശ്രീ ലാളിതയായിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് തിലകക്കുറിയൊക്കെ ഇട്ട മന്ത്രിണി വാരാഹിയെ വിളിച്ച്, രണ്ട് പ്രധാനപ്പെട്ട ദേവതമാരായിരിക്കുന്ന ദേവിക്ക് ഏറ്റവും വിശ്വാസമുള്ള രണ്ടുപേരാണ് മന്ത്രിണി, വാരാഹി. രണ്ടുപേരെയും വിളിച്ചിട്ട് ഹംസങ്ങൾ വലിക്കുന്ന കർണീരഥത്തിലിരുത്തി യുദ്ധത്തില് ആ കൊച്ചുകുട്ടിയെ, 9 വയസ്സുള്ള കുട്ടിയായ ബാലയ്ക്ക് വേണ്ട സംരക്ഷണമൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ അയക്കുകയാണ്. ഇപ്പൊ ഭണ്ഡാസുര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിതായി നമ. അപ്പോ അങ്ങനെ എന്താ പറയാ, ബാല പങ്കെടുക്കുന്ന യുദ്ധമായിരുന്നു രണ്ടാമത്തെ ദിവസം നടന്നത്. അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമൊന്നും അവിടെ നടന്നില്ല. വളരെ നിസ്സാരമായിട്ട് ബാലയ്ക്ക് 30 പുത്രന്മാരെ, ഭണ്ടന്റെ 30 പുത്രന്മാരെയും ബാലയ്ക്ക് നിസ്സാരമായിട്ട് വധിക്കാൻ സാധിച്ചു. ആ വിക്രമം കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് ആ മന്ത്രിണിയും വാരാഹി ദേവിയും വന്ന ലളിതാ ത്രിപുരസുന്ദരിയോട് മകളായിരിക്കുന്ന ബാലയുടെ യുദ്ധ വിജയം, അല്ലെങ്കിൽ ആ യുദ്ധത്തില് എന്താ പറയാ, ആ കൊച്ചുകുട്ടി ചെയ്ത അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് പറയാനായിട്ട് അവർ ഓടി വരികയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ബാലാദേവി ഓടി വന്ന അമ്മയുടെ മടിയിൽ ഇരുന്നു. ചെറിയ കുട്ടിയായ ആ ബാല നടത്തിയ യുദ്ധ പരാക്രമങ്ങളെ കുറിച്ച്, ഭണ്ഡാസുര പുത്രന്മാരുടെ വധത്തെ എല്ലാം മന്ത്രിണിയും വാരാഹിയും വളരെ എന്താ പറയുക, അമ്മയ്ക്ക് എപ്പോഴും മക്കളുടെ കാര്യം കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെ, അതുപോലെ ഇവര് വളരെ വിശദീകരിച്ച് പറയുകയാണ്. ലളിത ഉപാഖ്യാനത്തിൽ വളരെ വിശദീകരിച്ചത് പറയുന്നുണ്ട്. അപ്പോ ദേവിയോട് പറഞ്ഞു. ഇത് കേട്ട് വളരെ വളരെ സന്തോഷിച്ചു ദേവി. കാരണം ഒരു ബാലാ ത്രിപുര സുന്ദരി കൊച്ചുകുട്ടി 30 ഭണ്ഡപുത്രന്മാർ, അവരുടെ ഭണ്ഡപുത്രന്മാരെ വർണ്ണിക്കുന്നത് കേട്ടാൽ തന്നെ ഭയം തോന്നും. അത്രയും ശക്തരായിരിക്കുന്ന 30 ഭണ്ഡപുത്രന്മാരെ ഒറ്റയ്ക്ക് വധിച്ചു. ഇത് കേട്ട് അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ രണ്ടാം ദിവസം പിന്നെ വേറെ ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ നടന്നു. അങ്ങനെ വീണ്ടും സന്ധ്യയായി. രണ്ടാം ദിവസം രാത്രിയായി. ശക്തി സൈന്യങ്ങളൊക്കെ ക്ഷീണിച്ചു, എല്ലാവരും അവശരായി. ഈ സമയത്ത് ഒരു അസുരൻ 8 ദേവതകളെ ഉണ്ടാക്കി. അതായത് എപ്പോഴും സന്ധ്യ സമയത്താണല്ലേ മായാപ്രയോഗങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് വളരെ പരിചയമുള്ളവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബലഹീന, തളർച്ച, ഭയം, മയക്കം, ഉറക്കം, അല്ലെ, ആത്മവിശ്വാസമില്ലായ്മ, ഇതൊക്കെയാണ് അവരുടെ പേരുകളായിട്ട് വരുന്നത്. ഇവര് അങ്ങനെ 8 പേര് വന്നു. ഇവര് എന്ത് ചെയ്തു? ശക്തി ദേവതകള്, അതായത് ശക്തി ദേവതകൾക്ക് നേരെയാണ് ഇവരെല്ലാം വന്നത്. അപ്പൊ ശക്തി ഹീനരായിട്ട്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട്, ഭയചകിതരായിട്ട്, യുദ്ധത്തിനുള്ള ശക്തി നഷ്ടപ്പെട്ട്, ആലസ്യം പൂണ്ട്, പരസ്പരം കലഹിച്ച് എല്ലാവരും ചുരുണ്ടു കിടന്നു. ഇതൊക്കെയാണ് നമുക്ക് വരുന്നതാണ്. ഈ 8 പേരും നമുക്കുള്ളതാണ് അല്ലെ. നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോ അറിയാം. ബലഹീന, എന്തെങ്കിലും ചെയ്യാൻ ബലമില്ലായ്മ, തളർച്ച, പൂജകളൊക്കെ തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യണമല്ലോ, അത് ആലോചിക്കുമ്പോൾ തന്നെ ക്ഷീണം, ഭയം, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ, മയക്കം, എപ്പോഴും ഒരു എന്താ പറയാ, ഹിപ്നോട്ടൈസ് ചെയ്ത പോലെ മയങ്ങിയിരിക്കുക, ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു കഴിവില്ലാതെ എപ്പോഴും ഉറങ്ങുക. ഇന്നും കൂടെ ഉറങ്ങാം, നാളെ തൊട്ട് തുടങ്ങാം, അല്ലെ. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ നല്ല കാര്യങ്ങളെ മാറ്റിവെച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഉടനടി ചെയ്യും. അതേസമയം ആത്മവിദ്യ എന്ന് പറയുന്ന ഉപാസന മാർഗത്തില് പിന്നെ ചെയ്യാം. 5 വർഷം, 10 വർഷം, ഇല്ല 1 വർഷം ചെയ്യേണ്ടത് 5 വർഷം കൊണ്ട് ചെയ്യുക. നമ്മൾ അതിനെ നീട്ടി നീട്ടി വെക്കും. ഈശ്വരനല്ലേ, ഈശ്വരൻ എന്താ കാണുന്നുണ്ടോ ഇതൊക്കെ? ആരെ കാണിക്കാനാ? ഇതിപ്പോ കുറച്ചു ദിവസം താമസിച്ചാലെന്താ? അതുപോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒന്നും മാറ്റി വെക്കാറില്ല, എല്ലാം ഭംഗിയായിട്ട് ചെയ്യും. ഇതാണ് ആ ഒരു ഉറക്കം, ആത്മവിശ്വാസം ഇല്ലായ്മ. സ്വന്തമായിട്ടുള്ള ആത്മാവിനെയാണ് പൂജിക്കണമെന്നൊന്നും അറിയില്ല, എന്തൊക്കെയോ എന്തിനൊക്കെ വേണ്ടി പൂജിക്കുന്നു. അങ്ങനെ ഈ 8 കാര്യങ്ങള് നമ്മളുടെ ശക്തിയെ, ഒരു ഉപാസനാ മാർഗത്തിലെ ഒരു സാധകനെ താഴോട്ട് കൊണ്ടുവരുന്ന 8 ശക്തികളെയാണ് അസുരന്മാരുണ്ടാക്കി ഇപ്പുറത്തെ സൈഡിലോട്ട് വിട്ടത്. ഇവരെന്ത് ചെയ്തു? യുദ്ധം ചെയ്യാനുള്ള ശക്തി സൈന്യങ്ങളെല്ലാം പരസ്പരം കലഹിച്ച് എല്ലാവരും അവിടെ ചുരുണ്ട് കിടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ ഉടനെ വഴക്ക്. എന്തിനാ നമ്മൾ ഈ യുദ്ധത്തിന് വന്നത്? ആരാണ് ഭണ്ഡാസുരൻ? അത് ദേവിയെ ദേവന്മാര് പോയി കൊല്ലട്ടെ, നമ്മൾ എന്തിനാ വന്നത്? ഇല്ല, ഇതൊക്കെ സത്യമാണോ? ഇങ്ങനെ ഒരു ഭ്രമം, ചിത്തഭ്രമം പിടിപെട്ട പോലെ ഇവര് ശക്തിയൊക്കെ ചോർന്ന് അവരവിടെ ചുരുണ്ട് കിടക്കുകയാണ്. ഇതിനിടയില്
അതിഭീകരമായിരിക്കുന്ന ഒരു ആഭിചാര യന്ത്രം കൂടി, അതിനെ വിഘ്നയന്ത്രം എന്നാണ് പറയുന്നത്, ഈ അസുരന്മാരുണ്ടാക്കി ഈ ഇവരുടെ രഥത്തിന്റെ അടിയിൽ ഒളിച്ചു വെച്ചു. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് അത് ആരും കണ്ടില്ല. അങ്ങനെ 3-ാം ദിവസം പുലരുകയാണ്. ശക്തി സൈന്യങ്ങൾ ബലഹീനരായിട്ട് കിടക്കുകയാണ്. കാരണം ഒന്നാമത് ഈ ദേവതമാര് ഈ പറഞ്ഞ 8 പേര് വന്ന് ഇവരെ എല്ലാം ബാധിച്ചു. മാത്രമല്ല ഈ വിഘ്ന യന്ത്രം വെച്ച് ദേവിക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ, ദേവിക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ രഥത്തിന്റെ അടിയിൽ ഇവര് ഒളിച്ചു വെച്ചു. അപ്പോ ദേവി എന്താണ്? ദേവി ഓരോ ദിവസവും ഭണ്ഡന് മനമാറ്റം വരും. നമ്മൾ അങ്ങനെയാണല്ലേ, കുറച്ച് സമയം കൊടുക്കും. കാരണം അവര് ഒന്നുകൂടെ നോക്കട്ടെ, പാവം അവർക്ക് ഈ ദേവി മന്ത്രങ്ങളൊക്കെ കിട്ടിയതല്ലേ, അവരെങ്ങനെ അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ സമയം കൊടുക്കും. അതുപോലെ ദേവി ഭണ്ഡന് വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയാണ്, അനുവദിച്ചാണ്. അല്ല ദേവിക്ക് എന്താ ഫസ്റ്റ് ഡേ ഭണ്ഡാസുരനെ കൊല്ലാൻ പറ്റില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയ ശരീരം എക്സ്റ്റൻഷൻ എത്ര നാള് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാലും ആ ദേവി ഉപാസനയിൽ നമുക്ക് അത്രയും ഒരു എന്താ പറയാ, ആ ഒരു ഇന്റൻസീവ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഇതിനൊക്കെ തടസ്സങ്ങൾ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ വാസനാമയ ശരീരത്തിൽ നിന്ന് വരും. കാരണം ഈ തടസ്സങ്ങളെല്ലാം തന്നെ എന്താ, ഉള്ളിലിരിക്കുന്നതാണ്. അതിനെയൊക്കെ നമുക്ക് പോരാടി മുമ്പോട്ട് പോയെങ്കിലേ സാധനയിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. 3 വർഷം 4 വർഷം ഇല്ലെങ്കിൽ ഒരു ഉപാസനാ മാർഗത്തിൽ പറയുന്നതെല്ലാം വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു എന്താ, ദേവി ഇത് വേണം എന്ന ആ ഒരു നിശ്ചയദാർഢ്യം വേണം. എപ്പൊ നിശ്ചയദാർഢ്യം ഉണ്ടാകണോ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഒരു പുരസ്ചരണം പോലും തീർക്കാൻ പറ്റാതെ ശ്രീവിദ്യ ഉപാസനയിൽ കയറി എന്നുള്ളത് പോലും നമുക്ക് അറിയാൻ പറ്റാതെ എത്രയോ പേര് മന്ത്രദീക്ഷ എടുത്ത് നടക്കുന്നു അല്ലെ. അത് തീർക്കണമെന്ന് എന്തുകൊണ്ട് തോന്നുന്നില്ല? ബാക്കി എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ഇതിന് സമയം കണ്ടെത്താൻ കാരണം എന്താ? ഈ പറയുന്ന 8 ദേവതകളുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ബലഹീനത, തളർച്ച, മയക്കം, ഉറക്കം, ഇല്ലേ, ആത്മവിശ്വാസം ഇല്ലായ്മ. ഇത് ചെയ്തിട്ട് എന്താ? ഇല്ലെങ്കിൽ ഇനി അടുത്ത ജന്മം ചെയ്യാം, ഇപ്പൊ ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ നമ്മളെ കൊണ്ട് നെഗറ്റീവായിട്ട് നമ്മൾ ആ തോട്ട്സ് ഉണ്ടാക്കുന്നതെല്ലാം ഈ ദേവതയാണ്. അപ്പൊ ദേവി നമുക്ക് അവസരങ്ങൾ വീണ്ടും വീണ്ടും തന്നതാണ് ഈ മനുഷ്യ ജന്മം, ഇപ്പൊ ഈ ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന ഈ ശരീരം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ലെറ്റിംഗ് എ ലോങ് റോപ്പ് എന്ന്. എന്താ? ആ കയറിന് നീളം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ആ ഒരു ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന ഗ്രേസ് പീരിയഡ്, നമുക്ക് ശ്വാസം എടുത്ത് അകത്തോട്ട് എടുക്കുകയും പുറത്തോട്ട് വിടുകയും തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവ്. അത് തരുന്നതാരാ? നമ്മുടെ പ്രാണനായിരിക്കുന്ന അല്ലെ, ജീവനായിരിക്കുന്ന ദേവിയാണ്. അപ്പൊ ദേവി വീണ്ടും നമുക്ക് ഓരോ ദിവസവും തരികയാണ്. അന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ 24 hours അല്ലെ, 8 മണിക്കൂർ ഉറങ്ങാൻ എടുത്താലും ബാക്കിയില്ലേ? എന്തിനാണ് സാധനാ മാർഗം നമ്മൾ സ്വീകരിക്കുന്നത്? സാധനയിൽ നമ്മൾ പൂർണ്ണമായിരിക്കാൻ. ഒരാള് നടന്നുപോയ വഴിയാണ് ഗുരു പരമ്പര എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടെത്തി, അദ്ദേഹത്തിന്റെ പുറകിൽ പോയ അനേകായിരം ഗുരുക്കന്മാര് ആ സ്ഥാനത്ത് ദേവിയിൽ, സദാശിവനിൽ എത്തിച്ചേർന്ന വഴിയാ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് പൂർത്തിയാക്കാനുള്ള ഒരു ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ ഈ ചുമ്മാ ഭണ്ഡാസുരന്റെ കഥ കേട്ട് കൊച്ചു കുട്ടികളെ പോലെ ഇരുന്ന് എന്താ പറയാ, കോമിക് ബുക്ക് വായിക്കുന്ന പോലെയല്ല, ഇത് സാധനാ മാർഗമാണ്. ഭണ്ഡാസുരനും ലളിതാംബികയും അന്യവർക്കുള്ളതല്ല, ശ്രീവിദ്യ ഉപാസകർക്കുള്ളതാണെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീവിദ്യയിലാണ് ലളിതാംബികയും ഭണ്ഡാസുരനും ഒക്കെ, അല്ലാതെ ഒരിടത്തും ലളിതാംബിക എന്നൊരു വാക്കുപോലും നമ്മൾ കാണില്ല. ലക്ഷ്മി, സരസ്വതി, ഭദ്രകാളി എന്നൊക്കെ കാണാം. ലളിതാംബിക എവിടെയാ? ശ്രീവിദ്യയിൽ മാത്രം വരുന്ന ത്രികുടാത്മികയാണ് അമ്മ. അപ്പൊ ദേവി നമുക്ക് ആ കയർ അയച്ചയച്ച് തന്നിരിക്കുകയാണ്. ധാരാളം ചാൻസ് കൊടുക്കും അല്ലെ, തങ്ങളുടെ തെറ്റ് തിരുത്താനെന്നർത്ഥം. പറ്റുമെങ്കിൽ നീ രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴങ്ങനെയും ചെയ്യാത്തവരെന്ത് ചെയ്യും? മന്ത്രദേവത അവരവരെ വിട്ടുപോകും, ഉറപ്പാണ്. പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല. ഒന്നി നമ്മുടെ ശരീരം നമ്മൾ വിട്ടുപോകും, ഇല്ലെങ്കിൽ ആ പൂർണ്ണതയിൽ എത്താൻ പറ്റാതെ നമ്മളെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എത്ര നിസ്സാരമായിട്ട് പൂർണ്ണതയിൽ എത്താൻ പറ്റും. അപ്പൊ അത് തെറ്റ് തിരുത്താൻ തരുന്ന സമയമെങ്കിലും നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ നീ രക്ഷപ്പെടണമെന്ന് അമ്മ തരുന്നതാണ്, നമുക്ക് തരുന്ന ഓരോ സൂര്യോദയം അല്ലെ, സൂര്യാസ്തമയം, സൂര്യോദയം എല്ലാം ആപേക്ഷികമാണ്. നമുക്ക് തരുന്ന ഗ്രേസ് പീരീഡ് എന്നർത്ഥം. അങ്ങനെ ഭണ്ഡാസുരൻ ഇനിയെങ്കിലും രക്ഷപ്പെടട്ടെ. അമ്മയുടെ മകനാണ് ഭണ്ഡാസുരനും. അമ്മയ്ക്ക് അങ്ങനെ ഒരു ദേഷ്യം ആരോടും ഇല്ല. പക്ഷെ അവനവന്റെ കർമ്മം, അതാണ് നമ്മൾ ശുദ്ധമാക്കേണ്ടത്. അങ്ങനെ 2ാമത്തെ ദിവസം ഈ പറഞ്ഞ എന്താ പറയാ എല്ലാം കഴിഞ്ഞ് 3-ാം ദിവസം രാത്രി ആണ് അല്ലെ. 3-ാം ദിവസം മന്ത്രിണിയും വാരാഹിയും വന്നു. ആരെയും ഉണർത്താൻ സാധിക്കുന്നില്ല. 2-ാം ദിവസം രാത്രിയാണ് ഈ വിഘ്നയന്ത്രം കൊണ്ട് വെക്കുന്നത്. 3-ാം ദിവസം മന്ത്രിണിയും വാരാഹിയൊക്കെ ശ്യാമാദേവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ആരും എണീക്കുന്നില്ല. ശക്തി സൈന്യങ്ങളെല്ലാം ശക്തിഹീനരായിട്ട്
അപ്പോ കിടക്കുകയാണ്. ഈ ജയവിഘ്ന യന്ത്രം ആണ് ഇതിന് കാരണം എന്ന് അവർക്ക് മനസ്സിലായി. അവര് എന്താണ് ദേവിയോട് ചെന്ന് കാര്യം പറഞ്ഞു. ഇവർക്കാണ് എല്ലാം മനസ്സിലാവുന്നത്, ശ്യാമാദേവിക്കും വാരാഹി ദേവിക്കും. ലളിതാംബികയോട് ചെന്ന് കാര്യം പറഞ്ഞു. അമ്മ ചിരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അകത്ത് ആ ഒരു എന്താ ദേവി ഉള്ളിൽ പോയി അകത്ത്, അതായത് ഒരു അകത്തൊരാൾ ഇരിപ്പുണ്ട് അല്ലെ രഥത്തിന്. ഇതിനകത്ത് യുദ്ധത്തിന് വരാത്ത ഒരാള്. നമ്മൾ ഈ രഥത്തിലൊക്കെ കാര്യങ്ങളെല്ലാം പറയുമ്പോ തന്നെ നമുക്ക് ആ രഥത്തിൽ നമ്മൾ കാണാത്ത ഒരാളുണ്ട്. ആരാണ്? ആ ദേവിയുടെ ഭർത്താവായിരിക്കുന്ന കാമേശ്വരൻ. ശിവനില്ലാതെ ദേവി ഒരിടത്തും വരാറില്ല. അപ്പൊ ദേവി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ഭർത്താവിനെ കാണാനായിട്ട്, കാമേശ്വരനെ കാണാനായിട്ട് അകത്തേക്ക് പോയി എന്നർത്ഥം. അപ്പോ അകത്ത് പോയിരുന്നു. അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചു അല്ലെ. ഉടനെ തന്നെ കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. അപ്പോ തന്നെ ആ ഒരു ഗണേശ്വരൻ എന്ന വിനായകൻ ഉത്പന്നമായി എന്നർത്ഥം. ദേവി ലളിതാംബിക, ലളിതാ പരമേശ്വരി തന്റെ ഭർത്താവായിരിക്കുന്ന കാമേശ്വരന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ വിനായകൻ എന്ന് പറയുന്ന ഗണേശ്വരൻ ഉത്പന്നമായി. അപ്പോ കാമേശ്വര മുഖത്തെ ആലോകനം ചെയ്ത് ചിരിച്ച് ആ ചിരിയിൽ നിന്ന് കൽപ്പിതമായി വന്ന ശ്രീ വിഘ്നേശ്വരൻ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ദേവിയുടെ ആഗ്രഹം അനുസരിച്ച് എന്താ പറയാ ചോദിക്കുകയും, ദേവി ആ ഒരു വിഘ്നയന്ത്രം അതിനെ ഇല്ലാതാക്കാനാണ് നിന്നെ ഞങ്ങൾ വിളിച്ചതെന്ന് പറയും. ആ വിഘ്നയന്ത്രത്തെ കൊമ്പുകൊണ്ട് കുത്തിയെടുത്ത് പൊടിയാക്കി ആ ഒരു ശ്രീവിദ്യാ ഗണപതി എന്ന് പറയും നമ്മൾ അല്ലെ, വാഞ്ച കൽപ്പലതാ ഗണപതി. അപ്പൊ ആ ഗണപതി എന്ത് ചെയ്തു? അതിനെ പൊടിയാക്കി എറിഞ്ഞു കളഞ്ഞു. ഏത് വിഘ്നത്തെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ആളാണ് വിഘ്നേശ്വരൻ. അതാണ് മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിതായി നമ. അപ്പൊ നമ്മൾ വിഘ്നേശ്വരനെയാണ് ആദ്യം ബാല 30 ഭണ്ഡാസുര പുത്രന്മാരെ കൊന്നു. വിഘ്നേശ്വരൻ എന്ത് വിഘ്നയന്ത്രങ്ങൾ, എന്ത് ആഭിചാരവും, എന്ത് നെഗറ്റീവ് തോട്ട്സും നമുക്ക് വന്നാൽ അതിനെ ഇല്ലാതെ ആക്കുന്ന 2 വ്യക്തികളാണ് അല്ലെ. അപ്പൊ വിഘ്നേശ്വരനും ബാലയും, ഈ 2 പേര് മതി നമ്മുടെ ഈ ഒരു പ്രയാണത്തില് ദേവിയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ എന്നർത്ഥം. അപ്പോ അങ്ങനെ ഗണേശ്വരൻ ആ വിഘ്നയന്ത്ര നാശം ചെയ്തത് കൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയവൾ ദേവി വളരെ സന്തോഷമായി. പരാശക്തിയായിരിക്കുന്ന കാമേശ്വരി ആ ഒരു ഭണ്ഡന് കുറച്ച് തളർച്ചയൊക്കെ വന്നു തുടങ്ങി അല്ലെ. അപ്പൊ കാമേശ്വരി അന്ന് എന്താ പറയാ, ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം ഉണ്ടോ നമുക്കറിയില്ല, ഇനി എത്ര ദിവസം ഉണ്ടെന്നെങ്കിലും ദേവി ഒന്ന് എന്താ പറയാ അവന് കുറച്ച് ക്ഷീണവും തളർച്ചയൊക്കെ മാറാൻ വീണ്ടും സമയം കൊടുക്കണം. ഇതാണ് അമ്മ. അപ്പോ 3-ാം ദിവസം ഭണ്ഡാസുരൻ എന്ത് ചെയ്തു? ഭണ്ഡാസുരൻ നേരിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഭണ്ഡാസുരന്റെ സഹോദരന്മാരായിട്ട്, അതായത് ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിൽ നിന്നും വന്ന 2 പേര് അന്ന് യുദ്ധത്തിന് വരെയാണ് 3-ാമത്തെ ദിവസം. അപ്പൊ വിശുക്രൻ എന്ന് പറയുന്ന ആ ശുക്രത്തിലൂടെ, തന്റെ തലമുറകളിലൂടെ വിഷം കലർത്തുന്ന ആളിനെയാണ് വിശുക്രൻ. ശുക്രം എന്ന് പറഞ്ഞാല് സെമൻ, അതായത് നമ്മുടെ തലമുറകൾക്ക് തെറ്റുണ്ടാക്കുന്നത്. നമ്മൾ 7 തലമുറയായി ശ്രീവിദ്യ ഉപാസന കൊണ്ട് പുണ്യം പ്രാപിക്കുക. അതുപോലെ 7 തലമുറ നമുക്ക് അശുദ്ധമാക്കാനും സാധിക്കും. വിശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു തലമുറകളെ ഇല്ലാതാക്കുന്നവൻ. വിഷങ്കൻ, എല്ലാ അംഗങ്ങളിലും അല്ലെ, ശരീരത്തിലെ എല്ലാ അംഗങ്ങളിലും, മനസ്സ് മാത്രമല്ല എല്ലാ അംഗങ്ങളിലും വിഷം വെച്ചുകൊണ്ടിരിക്കുന്നവൻ വിഷങ്കൻ. അപ്പൊ വിശുക്രനെ വാരാഹി ദേവി കൊന്നു, വിഷങ്കനെ ശ്യാമാദേവിയും വധിച്ചു അല്ലെ. അങ്ങനെ 3-ാമത്തെ ദിവസം അവസാനിച്ചു. 4-ാം ദിവസം യുദ്ധം ആരംഭിക്കുകയാണ്. ഭണ്ഡന്റെ സൈന്യാധിപന്മാരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു അല്ലെ. ഇനിയിപ്പോ എന്താ? ഭണ്ഡൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് വന്നേ പറ്റുള്ളൂ. ദേവിയുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് ആര് വന്നു? വളരെ എന്താ പറയാ, ത്രിലോകത്തിലും 14 ലോകത്തിലും അല്ലെ പ്രസിദ്ധനായ, കൈലാസത്ത് വളർന്ന ശിവപുത്രനായ ആ ഒരു എന്താ പറയാ ശ്രീരുദ്രിയം ചൊല്ലി ശിവന്റെ നേരിട്ട് അനുഗ്രഹം വാങ്ങിച്ച ആളാണ് ഭണ്ഡാസുരൻ. അദ്ദേഹത്തിന്റെ ഗതി ആലോചിച്ച് നോക്കൂ. ആ അമ്മയുമായിട്ട്, ശിവന്റെ ഭാര്യയായിട്ടിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയായിട്ട് ആ ഈഗോയുടെ, തന്റെ ആണവമലത്തെ ഇല്ലാതാക്കാൻ പറ്റാതെ കൈലാസത്തിൽ വളർന്ന ആളാണ്. എന്നിട്ട് പോലും തന്റെ ആണവമലത്തില് അഭിമാനം കൊണ്ട് ദേവിയുമായിട്ട് യുദ്ധം ചെയ്യാൻ 4-ാമത്തെ ദിവസം നേരിട്ട് തന്റെ പടകളെല്ലാം നഷ്ടപ്പെട്ടു, മക്കള് നഷ്ടപ്പെട്ടു, സഹോദരന്മാര് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട ഏകനായിരിക്കുന്ന ഭണ്ഡാസുരൻ അല്ലെ, ദ മൈറ്റി ഭണ്ഡാസുര എന്നാണ് പറയുന്നത് വിവേകാനന്ദ സ്വാമി. നമ്മുടെ മൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന ശരീരബലത്തിൽ അഹങ്കരിക്കുന്ന ഭണ്ഡൻ.
നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാൻ നോക്കും. ഇല്ല ഞാൻ പറയണ ശരിയാണ്, എനിക്ക് ഇങ്ങനെ പറ്റൂ, അല്ലെ നിങ്ങൾ അതിനടുത്ത് തർക്കിക്കേണ്ട. ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ ആ ഈഗോയിൽ പിടിച്ചു നിൽക്കും. ഗതി കെടുമ്പോ മരിക്കുന്നിടം വരെ അത് വിടാൻ തയ്യാറല്ല. എപ്പോ നമ്മുടെ മനസ്സ് ക്ലീൻ ആയിട്ട് ഈ പറയുന്ന വലിയ ഒരു പർവ്വതം ഉണ്ടാക്കി വെക്കാതെ ക്ഷമ യാചിച്ച് അമ്മ ക്ഷമിക്കണേ, ആ ഒരു വിനയാന്വിതമായിട്ട് തല കുനിയുന്നു, അപ്പൊ ഈ ഭണ്ഡാസുരൻ ഇല്ല. ഇതൊക്കെ ഒരു കാൽപ്പനികമായിട്ടുള്ള നമ്മുടെ ഈഗോയുടെ വളർച്ചയാണ് ഈ ഭണ്ഡൻ എന്നൊക്കെ പറയുന്നത്. 4-ാമത്തെ ദിവസം ഒറ്റയ്ക്കായി ഭണ്ഡാസുരൻ. അങ്ങനെ അദ്ദേഹത്തിന് യുദ്ധക്കളത്തിൽ വന്നേ പറ്റുള്ളൂ, അല്ലെ? സൈന്യാധിപന്മാരെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ദേവിയുമായിട്ട്, ആ ത്രിപുര സുന്ദരിയുമായിട്ട് തന്റെ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ തന്നെ താൻ ആര് ഇരിക്കുന്നത് കൊണ്ടാണോ തനിക്ക് പ്രപഞ്ചത്തെ കാണാൻ പറ്റുന്നത്, എല്ലാത്തിന്റെയും ദൃക്കായിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സത്യമല്ല ദൃക്ക്. ഭണ്ഡാസുരനാണോ ഇത് അറിഞ്ഞുകൂടാത്തത്? ഭണ്ഡാസുരൻ രുദ്രം ജപിച്ച ആളാണ്. രുദ്രം ചമകമൊക്കെ അനേകം ചെയ്ത് തപസ് ചെയ്ത് വരം നേടിയ ആള്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ബുദ്ധിയിലുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ അദ്ദേഹം കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഭണ്ഡാസുരൻ 4-ാമത്തെ ദിവസം എന്താണ്, നേരിട്ട് ദേവിയെ യുദ്ധത്തിന് പോര് വിളിച്ചുകൊണ്ട്, ആഹാ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട്, നീ അങ്ങനെയൊന്നും പേടിക്കണ്ട, എൻ്റെ ഇനിയും ശക്തിയുണ്ട്, ഇനിയും അസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുമായിട്ട് നേരിട്ട് യുദ്ധത്തിന് എത്തി. അപ്പൊ പല വിധത്തിലുള്ള അസ്ത്രങ്ങളും കൊണ്ടാണ് ഇദ്ദേഹം വന്നേക്കുന്നത്. കാരണം ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞ എല്ലാ അനുഗ്രഹവും ശിവനിൽ നിന്ന് കിട്ടിയ ആളാണ്, അല്ലെ? ഇല്ലാത്ത അസ്ത്രങ്ങളൊന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് തന്നെ ഇറങ്ങിയ ഉടനെ ഇദ്ദേഹം എന്താ ചെയ്തത്? മഹാരോഗ അസ്ത്രത്തിലൂടെ രോഗാണുക്കളെ പല ദിശയിലേക്ക് വിട്ടു. അപ്പൊ പരാശക്തി തന്റെ എന്താ പറയാ, ദേവിയുടെ അടുത്ത് ആദ്യം രോഗങ്ങൾ ഉണ്ടാക്കുക. രോഗം എന്ന് പറയുന്നത് എന്താ? ശരീരത്തിന് മാത്രമല്ല, നമുക്ക് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് രോഗാണുക്കൾ നമ്മുടെ ഉള്ളില് പ്രവേശിക്കുന്നത്, അല്ലെ? നമുക്ക് ജന്മനാലേ എന്താ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്, ഇമ്മ്യൂണിറ്റി നമ്മളെ ആ ഒരു ബാഹ്യമായിരിക്കുന്ന തലത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളില് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാനായിട്ട് പല പല സാധനങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനാണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് തകരാറിലാക്കും. അപ്പൊ നമ്മൾ അത് എപ്പോ തകരാറിലാകുന്നു? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ത്രിദോഷങ്ങൾ കൊണ്ടാണ് ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. വാതപിത്ത കഫദോഷങ്ങൾ എന്ന് പറയും ആയുർവേദം. ഇത് നമ്മുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കും, ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. ശരീരം രോഗഗ്രസ്തമാകുമ്പോൾ മനസ്സ് ഡിപ്രസ്ഡ് ആവും, നമുക്ക് ആരുമായിട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തളരും. ഇതാണ് രോഗങ്ങൾ. രോഗം വരുമ്പോ എത്ര ധൈര്യമുള്ള ആളെ നോക്കൂ, അവര് കട്ടിലിൽ കിടക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഭയമാണ്. എന്താ കാര്യം? എണീറ്റ് നടക്കുമ്പോൾ നമ്മൾ വലിയൊരു ആശ്വാസമായി, അല്ലെ? നമ്മൾ നടക്കുന്നു, നമുക്ക് ആ ഒരു ശക്തിയുണ്ട്. അപ്പൊ ശരീരബലം, ആ മനസ്സിന്റെ ബലം എപ്പോ പോകുന്നു? ശരീരബലം നഷ്ടപ്പെടും. ശരീരബലം നഷ്ടപ്പെട്ടാലോ? അതേസമയം ഈശ്വരനാണ് മനസ്സിലിരിക്കണമെങ്കിലോ ശരീരബലം നഷ്ടപ്പെട്ടാൽ എന്താ? ഇതൊരു താൽക്കാലികമായിട്ട് അസുഖമാണ്, 2 ദിവസം കഴിയുമ്പോൾ മാറും, അല്ലെ? അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, നമുക്കത് ഓവർകം ചെയ്ത് വരാൻ പറ്റും. അതേസമയം ഈ പറഞ്ഞ പോലെ മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം, ഈ ഭണ്ഡാസുരൻ എന്താണ്, പലതരത്തിലുള്ള മഹാരോഗങ്ങളെ ചെറിയ രോഗങ്ങളല്ല, രോഗങ്ങളെ പടർത്തുകയാണ്. ദേവി ഒന്നും മിണ്ടിയില്ല. ദേവി എന്ത് ചെയ്തു? തന്റെ ആ ഒരു നാമത്രയാക്ഷരം എന്ന് പറഞ്ഞ നാമത്രയ മന്ത്രം കൊണ്ടുള്ള ഒരു അസ്ത്രം വിടുകയാണ്. അച്യുതായ അനന്തായ ഗോവിന്ദായ നമ എന്ന് പറയുന്ന നാമത്രയാസ്ത്രം, അല്ലെ? ഐം ഹ്രീം ശ്രീം അച്യുതായ നമ, ഐം ഹ്രീം ശ്രീം അനന്തായ നമ, ഐം ഹ്രീം ശ്രീം ഗോവിന്ദായ നമ. ഇതാണ് നാമത്രയാസ്ത്രം ഒരു ശക്തി ഉപാസനയില്. അതേസമയം വേദങ്ങളിൽ അച്യുതായ അനന്തായ ഗോവിന്ദായ ഹരേ എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മന്ത്രം. ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ദേവി ആ അസ്ത്രം അയക്കണം. ഐം ക്രീം ശ്രീം എന്ന് പറയുന്നത് ആ 3 ബീജാക്ഷരങ്ങൾ നമ്മുടെ പ്രൊട്ടക്ഷന്റെ മന്ത്രമാണ്, ശ്രീവിദ്യയുടെ മന്ത്രമാണ്. ഐം ഹ്രീം ശ്രീം. എല്ലാവർക്കും എടുത്തത് ജപിക്കാൻ പറ്റില്ല, മന്ത്രദീക്ഷ ഉള്ളവർ മാത്രമേ അങ്ങനെ ചേർത്ത് ജപിക്കാൻ പാടുള്ളൂ. ഈ രോഗങ്ങളെല്ലാം തന്നെ ഈ രോഗങ്ങളായിട്ടുള്ള വന്ന രോഗങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ നാമത്രയാസ്ത്രം ഇല്ലാതാക്കി എന്നാ പറയുന്നത്. അടുത്തത് ഭണ്ഡൻ എന്ത് ചെയ്തു? മൂകാസ്ത്രം അയക്കുകയാണ്. അപ്പോ മൂകാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂകാസുരന്റെ കഥ കേട്ടു, അല്ലെ? സംസാരിക്കാൻ പറ്റാതാവുക, സംസാരത്തിലൂടെയാണല്ലോ വെല്ലുവിളിക്കുക. നമ്മുടെ വാക്കാണ് പ്രവൃത്തിയിൽ കൊണ്ടെത്തിക്കുന്നത്. ആവശ്യമില്ലാതെ സംസാരിക്കുക. അതെന്തിനായും വാഗ്വാദത്തിൽ ചെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞു, ഉടനെ അതിന് തിരിച്ചു മറുപടി പറഞ്ഞു. എപ്പോ സംസാരിക്കുന്നു? സംസാരം എവിടെയാ? സത്സംഗത്തിലല്ലാതെ വേറെ എല്ലാ സംസാരവും നമ്മൾ ചിലപ്പോൾ വെളിയിൽ മിണ്ടില്ല. പലരും പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കും. കാരണം എന്താ? ഉള്ളിൽ അത് ഇഷ്ടപ്പെടില്ല. അതേസമയം സംസാരിക്കാതിരുന്നാലും ആവശ്യമില്ലാതെ നമ്മുടെ എനർജിയും വേസ്റ്റ് ആവില്ല, നമ്മുടെ വാക്കുകളും പോവില്ല. അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത്? ശക്തി സൈന്യങ്ങൾ മിണ്ടാതിരിക്കാൻ
ശക്തി സൈന്യങ്ങൾ എന്താ പറയുന്നത്? ദേവിയുടെ മന്ത്രങ്ങളാ ജപിക്കുന്നത്. അത് അവർക്ക് കൂടുതൽ എനർജി കൊടുക്കുക. ഒരു മൂകാസ്ത്രത്തെ അയച്ച് അവരെ എല്ലാം മൂകരാക്കി. അപ്പോ എന്താ പറയാ, ദേവി എന്താ ചെയ്തത്? വാഗ്വാദിനി എന്ന് പറയുന്ന അസ്ത്രം അതിന് മറുപടിയായിട്ട് അയച്ചു അല്ലെ? വാഗ്വാദിനി, വാക്കിന് അതിദേവതയായിട്ടിരിക്കുന്ന ദേവി. നമ്മുടെ സരസ്വതി ദേവിയുടെ ദേവതമാരിൽ വരുന്നതാണ് വാഗ്വാദിനി. വാഗ്വാദിനി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്യാമാദേവിയെ നമുക്ക് പറയാറുണ്ട്. ദേവിയുടെ ഉപാംഗ ദേവതകളിൽ ഒരാളാണ് വാഗ്വാദിനി ശക്തി. അങ്ങനെ എന്താ പറയാ, അവരെ അതിൽ നിന്ന് ശക്തി ദേവതമാരെ ദേവി പ്രൊട്ടക്ട് ചെയ്തു. പിന്നെയോ അസുരാസ്ത്രം എന്ന് പറയുന്ന ഒറ്റ അസ്ത്രം അയക്കുകയാണ് വീണ്ടും ഈ ഭണ്ഡാസുരൻ. അപ്പൊ അസുരാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അസുരാസ്ത്രം എന്ന് പറഞ്ഞാല് നമ്മള് മൺമറഞ്ഞ എല്ലാ അസുരന്മാരും, ഈ എല്ലാ യുഗങ്ങളിലും ഏതൊക്കെ അസുരന്മാർ ഭൂമിയിൽ ജീവിച്ചിരുന്നു മരിച്ചു പോയിട്ടുണ്ടോ അവരെല്ലാം തിരിച്ചു കൊണ്ടുവരിക. എവിടെ? മധുകൈടവനിൽ തുടങ്ങി രാവണൻ വരെയുള്ള സകലവരും തിരിച്ചു. അവരൊരു സ്ഥലത്ത് ഇങ്ങനെ എല്ലാ അസുരപ്പട അല്ലെ, അവരെല്ലാം ഒരിടത്ത് ഇങ്ങനെ കഴിയുകയാണ്. അവിടെ അവരുടെ എന്താ പറയാ, അവർക്കൊരു സാമ്രാജ്യം തന്നെ ഉണ്ട്. അവരെ വിളിക്കുകയാണ് ഭണ്ഡാസുരൻ. ഭണ്ഡാസുരനാണ് ഇപ്പം ഇതെല്ലാം നയിക്കുന്നത് അല്ലെ. അപ്പൊ ഒരൊറ്റ അസ്ത്രം കൊണ്ട് മധുകൈടവനിൽ തുടങ്ങി രാവണൻ വരെയുള്ള സകലവരെയും വിളിച്ചു വരുത്തി എല്ലാവരും യുദ്ധക്കളത്തിൽ വന്ന് നിരന്നു. അപ്പൊ ദേവി എന്ത് ചെയ്തു? ദേവി ചിരിച്ചുകൊണ്ട് തന്റെ 2 കൈകളും ഒന്ന് നീട്ടി, ആ 10 വിരലുകൾ നീട്ടി, ആ ഒരു നഖങ്ങളിൽ നിന്ന് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ വരികയാണ്. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃത്യേ നമ. എല്ലാ അസുരന്മാരെയും അതാത് കാര്യങ്ങൾക്ക് ആരൊക്കെ വന്നു അവരെല്ലാം മത്സ്യ, കൂർമ്മ, വരാഹം, നരസിംഹം തുടങ്ങി ആ ഒരു കൽക്കി വരെയുള്ള സകലവരും വന്നു ഇവരെ എല്ലാവരെയും ഇല്ലാതാക്കി. ഇനി ഒരു അസ്ത്രം മാത്രം ഭണ്ഡന്റെ കയ്യിൽ ബാക്കിയായി. ഇതിന്റെ പേരാണ് മോഹാസ്ത്രം. മോഹം എന്ന് പറഞ്ഞാൽ എന്താ? മയക്കം അല്ലെ? മയക്കം ഉണ്ടാക്കുന്ന അസ്ത്രം. ആ അസ്ത്രം കൂടെ അയക്കാനായിട്ട് എടുത്തു. ദേവിയുടെ എന്താ പറയാ, ദേവി ആ ലാസ്റ്റ് അസ്ത്രം ഇനി അതിന് പകരമായിട്ട് ദേവിയുടെ ഏറ്റവും ഉയർന്ന ശാംഭവി എന്ന് പറയുന്ന അസ്ത്രം അയച്ചു. മയക്കം അല്ലെങ്കിൽ മോഹം. എന്താ ഈ മയക്കം അല്ലെങ്കിൽ മോഹം? മോഹത്തിന്, മഹാമോഹം ഇല്ലേ? നമ്മളെല്ലാവരും മോഹത്തിന് അടിമപ്പെട്ടവരാണ്. മോഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാജിക്കൽ പവർ. ഇത് കാണിച്ച് മോഹിപ്പിക്കുക. ഇതെല്ലാം സത്യമാണ്, ഇതെന്റേതാണ്, ഇതെനിക്ക് വിട്ടുപോവില്ല, ഇതെനിക്ക് വേണം അല്ലെ? അതില് മയങ്ങിക്കിടക്കുക. എങ്ങനെയാണോ ഒരു വണ്ട് തേൻ കുടിച്ച് അറിയാതെ അത് മതിച്ച് അതിനകത്ത് കിടന്ന് എന്ത് ചെയ്ത്, താമര അല്ലെങ്കിൽ ഏത് പുഷ്പമാണെങ്കിലും കൂമ്പി പോകുമ്പോൾ വണ്ടിന് എന്താ സംഭവിക്കുന്നത്? വണ്ട് അതിനകത്ത് കിടന്ന് തേൻ കുടിച്ച് ആ ഇതളുകൾ കൂമ്പി കഴിഞ്ഞാൽ പുറത്തു വരാതെ അതിനകത്ത് അതിന്റെ മരണം സംഭവിക്കുക. അതുപോലെ പൂർണാഭം എന്ന് പറയുന്ന ചിലന്തി, അതിന്റെ വായിൽ നിന്ന് വരുന്ന ഉമിനീര് കൊണ്ടുണ്ടാക്കിയ വലയില് അത് ചുറ്റപ്പെട്ട് അതിനകത്ത് കുരുങ്ങി മരിക്കുക. അതുപോലെ നമ്മളെ ഈ പറയുന്ന പ്രപഞ്ചമാകുന്ന മഹാമോഹത്തില്, മഹാമായയാകുന്ന ഭഗവതി നമ്മളെ ഓരോരുത്തരെയും വിട്ടിരിക്കുകയാണ്. ഈ മോഹത്തിൽ കുരുങ്ങിയാണ് നമ്മൾ മരിക്കുന്നത്. കാരണം ഇത് എന്റേത്. ആ എന്റെ എന്നുള്ളത് അത് ആരുടെയാണ്? ഇത് ഉണ്ടാക്കിയ ആളിനെ നമ്മൾ മറന്നു പോകുന്നു. എന്തിനിവിടെ വന്നു എന്നുള്ളത് മറന്നു പോകുന്നു. ആ എന്റേതെന്നുള്ള മഹാമോഹത്തിൽപ്പെട്ട് നമ്മൾ എന്താ, ഈ ശരീരമാകുന്ന വെറും ഈ കൂട് വെച്ച് എത്രയോ ഉയരത്തിൽ ഏണിയിൽ നമുക്ക് കയറിപ്പോവാം. ആ ഏണിയെ മറന്ന് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും അറിയാതെ ആ മോഹത്തിൽപ്പെട്ട് നമ്മൾ ഇല്ലാതാകുന്നു. അതേസമയം ശാംഭവി എന്ന് പറഞ്ഞാൽ എന്താ? ശാംഭവി മുദ്ര. ഭഗവാൻ ആ ഒരു എന്താ പറയുക, ദക്ഷിണാമൂർത്തിയായിട്ട് ഇരിക്കുന്ന സ്റ്റേജ്, അതായത് പുരിക മധ്യത്തിൽ തന്റെ കണ്ണ്, അർത്ഥനിംലീതങ്ങളായിരിക്കുന്ന കണ്ണുകൾ പകുതി അടച്ച്, പ്രപഞ്ചം എനിക്ക് കാണണ്ട, തന്റെ അകത്തിരിക്കുന്ന ശക്തിയെ, ആ ശക്തിയാണ് പുറത്ത് എല്ലായിടത്തും വന്ന് കണ്ട് സന്തോഷമായിരിക്കുന്ന ഒരു ഭാവമാണ് ശാംഭവി. ശാംഭവി ദീക്ഷയുണ്ട് ഡയറക്റ്റ് ആയിട്ട്, അത് സ്പർശ ദീക്ഷയാണ് ഗുരു ശിഷ്യന് കൊടുക്കുന്നത്. അപ്പൊ ശാംഭവി എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി ജഗത്തായിട്ട് കണ്ട് ആ ശക്തിയിൽ മാത്രം താനും തന്റെ ഉള്ളില്, പുറത്ത് നോക്കാതെ തന്റെ ഉള്ളില് തന്റെ ശക്തിയെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാവം. അപ്പൊ അങ്ങനെ ശാംഭവി അസ്ത്രം അയച്ചിട്ട് ഈ മോഹാസ്ത്രത്തെ ഇല്ലാതാക്കി. ഇപ്പൊ എന്തായി? ഭണ്ഡാസുരൻ നിരായുധനായിട്ട് തീർന്നു അല്ലെ? അപ്പൊ ദേവിയുടെ മുൻപില് നേരിട്ട് വന്ന് പോർക്കളത്തിൽ നിൽക്കണം. ഇതുവരെ ഓരോ ഈ തേരിലിരുന്ന് ആ അസ്ത്രം ഈ അസ്ത്രം ഒക്കെ അയച്ചു. ഇപ്പൊ എന്താ? എല്ലാം കഴിഞ്ഞു. ഇനി ഒരു അസ്ത്രവും ഭണ്ഡാസുരന്റെ കയ്യിലില്ല. അപ്പൊ രാവണനെ നിരായുധനാക്കിയപ്പോഴത്തേക്ക് എന്താ പറയാ, അതുപോലെ ശരിക്കും പറഞ്ഞ ദേവി ഭണ്ഡനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എന്താ? നമ്മൾ ആയുധമില്ലാത്തവരുമായിട്ട് യുദ്ധം ചെയ്യരുതെന്നാണ്. ദേവി എന്ത് ചെയ്തു? നാരായണാസ്ത്രം, പാശുപതാസ്ത്രം അത് അയച്ചതോടുകൂടി ഭണ്ഡന്റെ മിച്ചമുണ്ടായിരുന്ന എല്ലാ വീര്യങ്ങളും ഇല്ലാതായി, നിഷ്പ്രഭമായി. അപ്പൊ ഭണ്ഡൻ ഒറ്റയ്ക്കായി. ഇതുവരെ കുറെ അസ്ത്രങ്ങൾ കൂട്ടുണ്ടായിരുന്നു അല്ലെ?
ഇപ്പൊ എന്താ പറയാ, ദേവി ഈ 2 അസ്ത്രം കൂടെ അയച്ചപ്പോഴത്തേക്ക് ആ ഒരു വീര്യം നഷ്ടപ്പെട്ടു ഭണ്ഡാസുരന്. അപ്പൊ ദേവി തന്റെ കാമേശ്വര അസ്ത്രം എടുത്തു. അവസാനമായിട്ട് തന്റെ ഭർത്താവായിരിക്കുന്ന കാമേശ്വരന്റെ അനുവാദത്തോടു കൂടി എന്ത് ചെയ്തു? ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രബലനായിരിക്കുന്ന അസുരന്റെ അന്ത്യത്തിന് വേണ്ടി ദേവി തന്റെ ആ ഒരു ശിവനെ നോക്കി, ആരാണോ ജന്മത്തിന് കാരണമായിരിക്കുന്ന ആ ജനകനെ നോക്കിയിട്ട് ആ അസ്ത്രം, അതായത് എന്താ അതിന്റെ അർത്ഥം? എല്ലാ ജീവനുകളുടെയും ഉടമസ്ഥൻ അദ്ദേഹമാണ്, അല്ലേ? കാമേശ്വരനാണ്. ഈ പാവപ്പെട്ട ഭണ്ഡൻ തന്റെ ചെറിയ ഒരു അഹങ്കാരം വലുതായിട്ട് മഹാമോഹത്തിൽ വീണ് ഇതാ നഷ്ടപ്പെടാൻ പോവാണ്, അങ്ങില് വന്ന് ലയിക്കും, അങ്ങ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടാണത്. ഒരമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ദേവി ആ ഒരു കാമേശ്വരാസ്ത്രം അയച്ചു. ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് മൈറ്റി സോൾജിയർ എന്നൊക്കെയാണ് ഒരു ഇതിന്റെ ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നമ്മുടെ മൈറ്റീസ് റൈറ്റ് എന്ന് വിചാരിക്കണം, നമ്മളെ പോലെയുള്ള ചെറിയ അഹങ്കാരമൊന്നും അല്ലത്. അത് ആണവമലത്തിലുള്ള ആ അഹങ്കാരത്തോടു കൂടിയുള്ള ഭണ്ഡൻ നിലംപതിക്കുകയാണ്. ഭണ്ഡാസുരൻ, ആ അസുരന്റെ അവസാനത്തെ ശ്വാസം, അന്ത്യം സംഭവിക്കുകയാണ് ദേവിയുടെ ശിവാസ്ത്രം, അതായത് കാമേശ്വരാസ്ത്രം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ആ ശിവ സായുജ്യ പദവിയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അയാളുടെ ശൂന്യകം എന്ന് പറയുന്ന നഗരം, ശോണിതപുരം എന്ന് പറയുന്ന എല്ലാം തന്നെ ഇതിനോടുകൂടി ഇല്ലാതായി. നമ്മളിരിക്കുന്ന ശരീരം പോകുമ്പോൾ നമ്മുടെ ശൂന്യമായിരിക്കുന്ന ഒരു നഗരമുണ്ട് നമ്മുടെ ഉള്ളിൽ. അവിടെ ദേവിയെ വച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശൂന്യമാണ്, അല്ലെ? ശൂന്യക നഗരം അവിടെയാണ്. ശോണിതപുരം എന്ന് പറയുന്ന ഈ ശരീരം 7 ലിറ്റർ ബ്ലഡ് ഉള്ളതുകൊണ്ട്, ശോണിതം എന്ന് പറഞ്ഞ രക്തം, അതുള്ളത് കൊണ്ട് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, കർമ്മങ്ങളൊക്കെ നടക്കുന്നു, അല്ലെ? ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഈ നഗരം, ഭണ്ഡാസുരൻ പോകുന്നതോടുകൂടി ഈ രണ്ടും നമുക്ക് ഇല്ലാതാവുകയാണ്. ഇത് രണ്ടും തന്ന ഈശ്വരനെ മറന്നതുകൊണ്ട് നമുക്ക് ഈശ്വരനിൽ എത്തിച്ചേരാനും സാധിച്ചില്ല. അങ്ങനെ ഭണ്ഡാസുരൻ എന്ത് ചെയ്തു? ആ ഒരു ഭണ്ഡാസുരന്റെ അവസാനം പക്ഷെ അദ്ദേഹത്തിന് ദേവി തന്നെ നേരിട്ട് വന്ന് മോചനം കൊടുക്കുകയാണ്. ഇതാണ് ലളിതാംബിക ദേവിയുടെ ആവിർഭാവവും ആ അമ്മ നടത്തിയ തിരുവിളയാടൽ എന്ന് പറയുന്നത്. തിരുവിളയാടൽ, അമ്മയുടെ ഒരു കളി. അമ്മ ഈ പ്രപഞ്ചം ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? ഓരോ ജീവനും ഇതുപോലെ മുക്തി കൊടുക്കാൻ തന്നെയാണ്. ഈ ത്രിപുര സുന്ദരിയുടെ, ലളിതാംബികയുടെ സഹസ്രനാമമാണ് നമ്മള് ശ്രീമാതയിൽ തുടങ്ങി അമ്മ എങ്ങനെയൊക്കെയാണ് അമ്മ അറിയപ്പെടുന്നത്, അല്ലെ? അമ്മയുടെ സ്ഥൂല സൂക്ഷ്മ കാരണ രൂപങ്ങളിലൂടെ അമ്മയെ വണങ്ങി നമുക്ക് വശിന്യാദി വാഗ്ദേവതകള് പറഞ്ഞു തരുന്നു എങ്ങനെയാ നിങ്ങൾ അമ്മയെ കാണേണ്ടത്. ഈ സഹസ്രനാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ 1000 നാമം പറയുകയല്ല. ദേവിയിലോട്ട് എത്തുന്ന 1000 നാമത്തില് 999 കഴിയുമ്പോൾ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്നുള്ള ഒരു തലത്തിൽ ഒരു ജീവൻ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അമ്മയെ കാണണം, അല്ലെ? സ്ഥൂലം സൂക്ഷ്മം കാരണം ഇങ്ങനെ എല്ലാ രൂപവും നമുക്ക് വശിന്യാദികള് പറഞ്ഞു തരികയാണ്. അവസാനം ശിവശക്തി ഐക്യരൂപിണി എന്ന് അവസാനിച്ച് ശരണാഗതി ചെയ്ത് ഈ കഥ, അതായത് ഭണ്ഡാസുരനും ദേവിയും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ അവസാനിക്കുകയാണ്. ഈ കഥ ശക്തി ഉപാസകർക്ക് എന്ത് സന്ദേശമാണ് തരുന്നത്? നമ്മൾ കഥ കേൾക്കലല്ല. കഥ എത്രയോ കഥയിൽ കാര്യമുണ്ടോ? അല്ലെ? ആ കാരണമായിരിക്കുന്ന ഈശ്വരൻ, കാര്യമായിരിക്കുന്ന നമ്മളെ ഈ ഭൂമിയിൽ എന്തിനാ അയച്ചേക്കുന്നത്? എന്തിനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്? എപ്പോഴും എന്തിനാ ഈ ധർമാർത്ഥ കാമമോക്ഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദേവിയുടെ കുതിരകളായിട്ട് അത് വരികയാണ്, അല്ലെ? എന്തിനാണിത്? അപ്പൊ ഇതിനകത്ത് ഒരു വലിയ സന്ദേശമുണ്ട്, അല്ലെ? ആ ഒരു എന്താ പറയാ, ഉപാസകർക്ക് കൊടുക്കുന്ന ഉപാസന എന്ന് പറഞ്ഞാൽ ദേവിയെ പൂർണ്ണമായിട്ട് തന്റെ ഇഷ്ടദേവതയായിട്ട് സ്വീകരിച്ചവരെയാണ് നമ്മൾ ഉപാസകരെന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഉപാസകര് തന്നെയാണ്. കാരണം അമ്മയെ ഉപാസനയിൽ സ്വീകരിച്ചവരാണ്. അമ്മയല്ലാതെ എനിക്ക് ആരും വേണ്ട, അല്ലെ? അപ്പൊ ഈ കഥയ്ക്ക് പിന്നില് രഹസ്യ അർത്ഥങ്ങൾ നമ്മൾ അറിയണം. അതിനാണ് നമ്മൾ ഈസോറ്ററിക് മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെടുത്താലും ചോദിക്കും, വാട്ട് ഈസ് ദി ഈസോറ്ററിക് മീനിങ് ബിഹൈൻഡ് ഓൾ ദിസ്, അല്ലെ? ഈ തത്വങ്ങൾ എന്താണ് ഇതിന്റെ പുറകില്? അപ്പൊ കഥയല്ല, എന്താണ് ഇതിന്റെ സത്യങ്ങൾ? ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഉത്തരങ്ങൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് കഥ കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും അതിനെയാണ് നമ്മൾ ഈ പറയുന്ന എന്താ, ചോദ്യോത്തരത്തിലൂടെ നമ്മുടെ ഉള്ളില് ഒരു സാധകൻ അവന്റെ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട്, എന്താ ഇതൊക്കെ, എനിക്ക് എന്തൊക്കെ തടസ്സമാണ് എന്റെ ഉപാസനാ മാർഗത്തിൽ വന്നു ചേർന്നിരിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭണ്ഡാസുരനെയും ഭണ്ഡാസുരന്റെ ഇത്രയും വലിയ സൈന്യത്തെയും ഇല്ലാതാക്കാൻ ദേവിയുടെ ശക്തി സൈന്യങ്ങള് നമ്മുടെ ഉള്ളില്, നമ്മുടെ സിംഹാസനത്തില്, നമ്മുടെ ദഹരാകാശത്തില്, ചിന്താമണി ഗ്രഹത്തില്, പഞ്ചബ്രഹ്മാസനത്തിലിരിക്കുന്ന അമ്മയുടെ ശക്തി സൈന്യങ്ങളെ അയച്ച് ഈ പറയുന്ന ഭണ്ഡന്റെ എന്താ പറയാ അസുരന്മാരെ എല്ലാം അവസാനം ഞാനെന്ന് പറയുന്ന ഈ ജീവന് ദേവിയാകുന്ന പാദത്തിലെത്തി ദേവിയിൽ പൂർണ്ണമായിട്ട് വിലയം പ്രാപിച്ച് അമ്മ നമ്മളെ ശിവപദത്തിൽ എത്തിക്കുള്ളൂ.
എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്? കാരണം കുറച്ച് ചോദ്യങ്ങൾ, എനിക്ക് തോന്നിയ ചോദ്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അപ്പം തീർച്ചയായിട്ടും അതിന് ഉത്തരം അറിയാവുന്നതാണെങ്കിൽ നമുക്ക് പറയാം. പണ്ടന്റെ സേനാപതികൾ 7 പേര് അല്ലെ, കണ്ണിൽ സൂര്യനെ വെച്ചുകൊണ്ട് വന്നു. അവരാരാണ്? ഒരു ചോദ്യമാണ് അല്ലെ. പണ്ടന്റെ സേനാപതികൾ 7 പേര് വന്നു അല്ലെ, അപ്പൊ അവരാണ് സൂര്യനെ വെച്ചുകൊണ്ട് വന്നവര്. അവർ ആര്? പഞ്ചസേനാപതികൾ വന്നപ്പോൾ അവര് സർപ്പിണിയെ ഉണ്ടാക്കിയപ്പോ സർപ്പങ്ങളെ തുറന്നു വിട്ടു അല്ലെ. എന്തിന്? ഇനി പണ്ടന്റെ 30 മക്കളെ വധിക്കാനായിട്ട് എങ്ങനെയാണ് ഈ ബാലാപരമേശ്വരി എന്ന് പറയുന്ന കൊച്ചുകുട്ടി, അതുവരെ കഥയിലേ ഇല്ല, ആ കൊച്ചു പെൺകുട്ടി എവിടെ നിന്ന് വന്നു? 9 വയസ്സുള്ള കുട്ടി ആരാണ്? എവിടെ നിന്നാണ് ബാല വന്നത്? അല്ലെ. ലളിതാദേവി ആവിർഭൂത ആയത് നമുക്കറിയാം അല്ലെ. അപ്പൊ ദേവി അമ്മ നമ്മുടെ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് ആ ഒരു തങ്ക താമ്പാളത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടിയായിട്ട് വന്നു എന്നാ നമ്മൾ കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ കാമേശ്വരനെ വിവാഹം കഴിച്ചുവെന്നും ശ്രീനഗരത്തിൽ താമസമാക്കിയെന്നും നമ്മൾ കണ്ടു. അപ്പോ ഭണ്ഡാസുര യുദ്ധം, അപ്പൊ ദേവിയെ ഓർമ്മിപ്പിക്കുകയാണ്, ഭണ്ഡാസുരന്റെ യുദ്ധത്തിനാണ് നമ്മൾ വന്നതെന്നൊക്കെ പറയുന്നു. ഉടനെ തന്നെ ഭണ്ഡാസുര യുദ്ധം ആരംഭിച്ചു. അപ്പൊ ഇതിനിടയ്ക്ക് 9 വയസ്സുള്ള ഒരു കുട്ടി, അമ്മയ്ക്കൊരു മകൾ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ ഈ 9 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് വന്നത്? ഈ ബാലാദേവി എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത് അല്ലെ? ഒരു കഥയിലും നമ്മൾ ഇതിന്റെ ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ നമ്മളെ കഥ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദിക്കണം. അപ്പൊ ദേവി കാമേശ്വരനെ നോക്കി ചിരിച്ചപ്പോഴാണ് ഗണേശൻ വന്നതെന്ന് പറഞ്ഞു, വിഘ്നേശ്വരൻ. പക്ഷെ ബാല എവിടെ നിന്ന് വന്നു? അത് ഇതുവരെ ഇതിൽ പറയുന്നേ ഇല്ല. അപ്പൊ ബാലയുടെ ആ ഒരു എന്താ പറയുക ചാതുര്യം കണ്ട് ദേവി വളരെയധികം സന്തോഷവതിയായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ബാലാദേവിയെ ഒരുക്കി പോർച്ചട്ടയിട്ട് വിജയതിലകം ഒക്കെ ചാർത്തി കർണീരഥത്തില് വാരാഹി ശ്യാമമാരെ കൂട്ടി അവിടെ യാത്ര അയച്ചു. പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ബാലയെ അയക്കുന്നത് അല്ലെ. ബാല കൊച്ചുകുട്ടി എന്നുള്ള ഒരു ആ സങ്കല്പം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് കൊച്ചു മക്കളോട് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് അയക്കുന്നത്. അതേപോലെയാണ് ദേവിയും അയക്കുന്നത്. എന്നാൽ ഗണപതിയോട് എന്താ പറയുന്നത്? ഗണപതി വന്നുടനെ തന്നെ പോയി, നിന്നെ ഞാൻ വിളിച്ചത് ഇതിനാണ്, യന്ത്രത്തെ പോയി എടുത്തു കളയാൻ ആജ്ഞാപിക്കുകയാണ് ദേവി. ബാലയെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊച്ചുകുട്ടി. അതേസമയം ഗണപതിയും അതുപോലെ വന്ന ആളല്ലേ. അദ്ദേഹത്തിനോട് പറയുന്നു, നിനക്ക് പറ്റും, നിനക്ക് ശക്തിയുണ്ട്, പോയി ആ യന്ത്രത്തെ എടുത്ത് കളയൂ. അപ്പൊ നമ്മൾ പറയണു ബാല എന്നത് അമ്മയുടെ മകളാണെന്നല്ലേ. അപ്പൊ ആരൊക്കെയാണ് പരാശക്തിയുടെ മക്കൾ? ഇത് നമ്മൾ അറിയണം. കാരണം ഇത് നമ്മൾ എപ്പോഴോ നടന്ന ഒരു കഥയായിട്ട് കണ്ടാല് കഥയായിട്ടിരിക്കും. കാര്യത്തിൽ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഉപാസനാ മാർഗത്തിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പൊ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഇരിക്കുന്ന ജീവന്റെ ശക്തി തന്നെയാണ് ബാല. അപ്പൊ ബാല വളരും അല്ലെ. ബാല 3 വയസ്സുള്ള കുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടിയാണ്, 9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ബാല എവിടെ നിന്ന് വന്നു, എവിടെ പോയി എന്നൊരു വിവരണം ഇല്ലാന്ന് പറയാൻ കാരണം എന്താ? ഓരോ ജീവന്റെയും ജീവശക്തിയാണ് ബാല. അപ്പൊ ആ ബാലയെ ഒരുക്കി പോർച്ചട്ടയിട്ട് പോർക്കളത്തിൽ അയക്കുന്നതാരാ? ലളിതാംബിക. അപ്പൊ പണ്ടന്റെ 8 എന്താ പറയുക ദേവതകളായിട്ട് വന്നത് ആലസ്യം, ഉറക്കം, മടി, ഇതെല്ലാം ഓരോ എന്താ പറയാ ഓരോ ജീവൻ ഉണ്ടാകുന്ന ദുർഗുണങ്ങളാണ്. അപ്പൊ ഇവയെല്ലാം ഇതൊന്നും നല്ലതല്ല. അപ്പൊ ഇതിൽ നല്ലതേത് എന്ന് മോശമേതെന്ന് തിരിച്ചറിയാതെ ദേവന്മാരെ പോലെ കരുതുന്ന ജീവന്മാര് എന്താ ചെയ്യുന്നത്? ഇതെല്ലാം തന്നെ ഒരു അഡിക്ഷൻ ആയിട്ട് മാറി അത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അതിൽ കെട്ടിയിടുന്നു. നമുക്കിത് നല്ലതാണോ ചീത്തയാണോ എന്നൊരു ജീവൻ അറിയില്ല. നമ്മൾ ഭൂമിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു നിത്യാനിത്യ വിവേകമൊന്നും അനേക ജന്മങ്ങളിൽ ഉണ്ടായി എന്ന് വരില്ല. നമ്മളെ ഈ അഡിക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നതെല്ലാം തന്നെ മഹാമോഹം, എന്തിനോട് കാമം, ക്രോധം, ഇതെല്ലാം തന്നെ ഒരു ജീവനെ പാശമായിട്ട് ഈ ബന്ധിക്കപ്പെടുന്നതാണ്. ഇതെല്ലാം തന്നെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതില്ലെങ്കിൽ ഞാനില്ല. നമ്മൾ എല്ലാത്തിലും പുറമേ ഉള്ള ഒരു വസ്തുവിൽ ആലംബനം കണ്ടെത്തുകയാണ്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഇനി എനിക്ക് പറ്റില്ല, അവരാണ് എൻ്റെ ആലംബം. അച്ഛനും അമ്മയും ഒക്കെ താൽക്കാലികമായിട്ട് ഫിസിക്കലായിട്ട് വന്നതാണ്. അവരൊരു കാലം കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാലിൽ നിൽക്കേണ്ടവരാണ് അല്ലെ. എല്ലാവരെയും ഓരോ കാലങ്ങൾക്കനുസരിച്ച് നമ്മളെ അവർ ഡിപ്പെൻഡബിൾ ആണ്. അത് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി വിടണം. പ്രപഞ്ചത്തിൽ ഒരു വസ്തുക്കളും നമുക്ക് പൂർണ്ണമായിട്ട് ഡിപ്പെൻഡൻസി തരുന്നില്ല. കാരണം ഒന്നി നമ്മൾ അതിനെ വിട്ടുപോകും, നമ്മളില്ലെങ്കിൽ അത് നമ്മളെ വിട്ടുപോകും. അപ്പൊ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്, ആ അഡിക്ഷൻ മാറിയെങ്കിൽ മാത്രമേ ജീവനെ ശരീരത്തിൽ തന്നെ വീണ്ടും വീണ്ടും കെട്ടിയിടാതെ ഈ ശരീരമാകുന്ന ബന്ധനത്തെ ഉർവാരികമിവ ബന്ധനാത്, ഈ ബന്ധനങ്ങളിൽ നിന്ന് പഴുത്ത വെള്ളരിക്ക്, ഇത് അറിവ് കൊണ്ട് ജ്ഞാനം കൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ശരീരത്തിൽ കെട്ടിയിട്ട നമ്മൾ ആ മഹാമോഹം
എന്നെ ഇതാണ്, എനിക്ക് ഇത്രയും പണം ഉള്ളതുകൊണ്ട് എനിക്ക് എന്നെ ആരും ഒന്നും ചെയ്യില്ല, എന്റെ മക്കൾ എന്നെ സഹായിക്കും, അവസാന കാലത്ത് എനിക്ക് എല്ലാവരും ഉണ്ട്, ഇങ്ങനെ പറയുന്ന ഒരു ജീവൻ. എനിക്കെല്ലാം ഇവിടെയുണ്ട്. നമ്മൾ വിട്ടുപോവേണ്ടവരാണ്. ഇവിടെ താൽക്കാലികം വന്നവരാണ് നമ്മൾ, അല്ലെ? നമ്മളൊരു റെന്റഡ് ഹൗസ് എടുത്തിട്ട് വാടക വീട്ടിലാണ് നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച്, ഓരോ ജീവനെ സംബന്ധിച്ചും. അപ്പൊ ഇതിലൊക്കെ നമ്മൾ അഡിക്ഷൻ വെച്ചാൽ, മഹാമോഹം വെച്ചാല്, ഇവരില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്നും ദുഃഖിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടത്തതൊന്നും നമുക്ക് സത്യവസ്തുവായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മാറുന്നതാണ് ജഗത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ അഡിക്ഷൻ വെച്ച് നമ്മൾ സുഖദുഃഖങ്ങളാകുന്ന തിരമാലകൾ, അതാണ് സംസാര സാഗരം. തിരമാലകളാണ് മനസ്സിൽ വരുന്ന ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള തിരമാലകൾ, അല്ലെ? ഡിപ്പെൻഡൻസി വെച്ച് അച്ഛൻ വിട്ടുപോയി, ഡിപ്പെൻഡൻസി വെച്ച് അമ്മ വിട്ടുപോയി, ഭർത്താവ് വിട്ടുപോയി, ഭാര്യ വിട്ടുപോയി, മക്കള് വരുന്നില്ല, അല്ലെ? മക്കള് നമ്മളെ വിട്ടുപോയി. ഇതെല്ലാം തന്നെ ഉയർന്ന തിരമാലകളായിട്ട് നമ്മൾ ഇമോഷണൽ ക്രൈസിസ് എന്ന് പറയുന്ന അതിൽ വന്ന് വീഴുകയാണ്. നമ്മൾ എത്രയോ കാലം അതിൽ തന്നെ, അവര് പോയി, ഇനി എനിക്ക് ആരുമില്ല, അങ്ങനെ ഒരു ഡിപ്രഷനായി നമ്മൾ വന്ന ആ ഒരു ലക്ഷ്യം, ആ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് ജീവനെ ഉയർത്താനാണ്. ആ ഒരു വഴി മറന്ന് നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ ഓരോ ദിവസവും കളഞ്ഞ് നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലെത്താതെ പൊലിഞ്ഞു പോവുകയാണ്. വീണ്ടും ഒരു ശരീരം എടുക്കുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. എത്ര ജന്മങ്ങളിലൂടെയാണ് നമ്മൾ പോയതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പൊ എന്താ നമുക്ക് വീണ്ടും വീണ്ടും ജനനത്തിന് കാരണം? ജീവനെ ശരീരത്തിൽ തന്നെ കെട്ടിയിടാൻ കാരണം എന്താ? പാശബന്ധിതമാണ്. പുറമേ ഉള്ള ഒരു കയറല്ല നമ്മളെ കെട്ടിയിടുന്നത്. പുറമേ ആരും നമ്മളെ കെട്ടിയിടുന്നത്. നമ്മൾ സൂപ്പർ സ്വതന്ത്രരാണ്, അല്ലേ? പൂർണ്ണ സ്വതന്ത്രരാണ്. നമ്മൾ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ മുറിക്കകത്ത് ആരെങ്കിലും അടച്ചിടുന്നുണ്ടോ? ചിന്തിച്ചു നോക്കേണ്ടതാണ് ഇത്. ഈ ഭണ്ഡാസുരന്റെ കഥയൊക്കെ കേട്ടിട്ട് നമ്മള് മോചിതരായില്ലെങ്കിൽ, ഒരു കുട്ടി നമ്മള് സ്നേഹം വച്ചിരിക്കുന്നു, ഉടനെ നമ്മൾ അവരുടെ അടുത്ത് ഡിപ്പെൻഡൻസി വയ്ക്കുന്നു. നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ എന്താ പറയാ, മിത്രങ്ങള്, മക്കള്, ഇതെല്ലാം തന്നെ നമ്മൾ അവരുടെ അടുത്ത് നമ്മൾ സ്നേഹം, ലവ് എന്ന് പറയുന്നത് വേറെ, ആ ഒരു പൊസസീവ്നെസ് എന്ന് പറയുന്നത് വേറെ. നമ്മൾ ലവ് എന്ന് പറഞ്ഞാൽ ലവ് ഉടനെ കൊണ്ടുപോയി പൊസസീവ്നെസ് ചേർക്കുകയാണ്. ഇത് എന്റേതാണ്, ഞാൻ മാത്രം, ഞാൻ പറയുന്നത് കേൾക്കണം, എന്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കണം, എന്നെ നോക്കേണ്ടവരാണ് എന്റെ മക്കള്, അല്ലെ? എന്റെ ഭർത്താവ്, എന്റെ അച്ഛൻ, അമ്മ, അവരാണ് എന്നെ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ എനിക്കിങ്ങനെ പല പല വസ്തുക്കളിൽ ചാരി നിന്ന് ആ ചാരുന്ന കമ്പുകളെല്ലാം വീഴുകയാണ്. അപ്പോഴെല്ലാം നമ്മൾ എന്താ, നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോട്ട് പോയി, ആ ഒരു നിരാശാബോധം കൊണ്ട് നമ്മൾ വീണ്ടും ശരീരമാണ്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് അമ്പലങ്ങളിൽ കയറി നടന്ന് തപസ് ചെയ്ത്, അല്ലെ, ദേവിയുടെ മുമ്പിൽ ചെന്നിരുന്ന് കരഞ്ഞ്, അപ്പോഴും നമ്മുടെ മനസ്സിനെ ഉള്ളിലോട്ട് തിരിക്കാതെ നമ്മുടെ കൈ പിടിക്കാനുള്ള ആളിനെ മറന്നുപോയിക്കൊണ്ട് നമ്മൾ കടന്നു പോണു കാലം. അപ്പൊ ഇതാണ് കെട്ടിയിടുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ എപ്പോഴും യോഗ വാസിഷ്ഠത്തിൽ ഇത് ഓർത്തുള്ള ഹി, അതായത് വസിഷ്ഠൻ ശ്രീരാമന് ഒരു ബന്ധവുമില്ലാത്ത, ബന്ധനങ്ങളില്ലാത്ത ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ്, അല്ലെ? മനം ഹി മനുഷ്യാണം കാരണം ബന്ധമോക്ഷയോഹോ. ഇത് എപ്പോഴും പറഞ്ഞോളണം. ഈ മനസ്സാണ് കെട്ടിയിടുന്നത്. ആ മനസ്സിനെ പാശങ്ങളൊക്കെ അഴിച്ചിട്ട് ഇരിക്കുന്ന ആത്മബന്ധുവിനോട് നമ്മൾ ചേർക്കണം. അവിടെ കെട്ടണം നമ്മള്. നല്ല ബലമുള്ള കെട്ട്, ഓരോ ദിവസവും കെട്ട് മുറുകി ഇവിടുന്ന് പോവേണ്ട സമയമാകുമ്പോ മഹാത്തായിരിക്കുന്ന, ഇവിടെ ഒന്നിനോട് നമുക്ക് ആ ഒരു ലിറ്ററലി ഒരു അട്രാക്ഷനോ അഡിക്ഷനോ ഇല്ലാതെ, ആ ഉർവാരകം പോലെ പഴുത്ത ആ ഒരു വെള്ളരി വീഴുന്ന പോലെ, തേങ്ങ ഉണങ്ങുന്ന പോലെ, തേങ്ങയ്ക്കകത്ത് ജലമെല്ലാം വറ്റി ചിരട്ടയിൽ നിന്ന് എങ്ങനെയാണോ ഇളകി വരുന്നത്, ഇത് നാച്ചുറൽ പ്രോസസ് ആണ്. 1 മാസം 2 മാസം 3 മാസം ഒരു തേങ്ങ വെച്ച് നോക്കൂ, അത് തൊണ്ടിൽ നിന്ന്, ചിരട്ടയിൽ നിന്ന് എല്ലാം വിട്ടുവരും, അല്ലെ? തനിയെ. ഇതെന്താ? പ്രകൃതി വെച്ചിരിക്കുന്ന നിയമമാണിത്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് വേണം? ഈശ്വരനിലോട്ട് എത്രത്തോളം നമ്മൾ അടുക്കുന്നു, അത്രത്തോളം ഇവിടുന്ന് നമ്മൾ വിടും. 24/7 രാവും പകലും അമ്മ എപ്പോഴും അമ്മയെ കുറിച്ച് ചിന്തിക്കുക. നാച്ചുറലി അത് പതുക്കെ നമുക്ക് തോന്നും പറ്റുന്നില്ല എന്ന്, പക്ഷെ പറ്റും, ഉറപ്പാണ്, അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഈ പറയുന്ന പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് നമ്മുടെ മനസ്സ് വിട്ട് എപ്പോഴും അമ്മ, എന്ത് ചോദിച്ചാലോ അമ്മ നമ്മൾ ചോദിക്കാം, അമ്മ ഇത് ചെയ്യട്ടെ. അമ്മ രാവിലെ അമ്മയുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചു, രാത്രിയായി അമ്മയെ വണങ്ങി കടന്നു, അല്ലെ? ജീവിതം വളരെ സന്തോഷമായിട്ട് വരുന്നതൊക്കെ അതിന്റെ ഇടയ്ക്ക് കുറെയൊക്കെ വന്നു പൊക്കോട്ടെ, സാരമില്ല. നമ്മുടെ മനസ്സിനെ കെട്ടേണ്ടടുത്ത് കെട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖത്തില് വീഴുന്നത്. ഇപ്പൊ ഭണ്ഡൻ അയച്ച ഒരു സേനാപതികളെ കുറിച്ച് നമ്മൾ കേട്ടു, അല്ലെ? അവരുടെ കണ്ണിലെ പ്രകാശത്തിൽ ഒന്നും ഫോക്കസ് ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മള് ഒരു പ്രോവർബ് ഉണ്ടല്ലേ, ഉൾക്കണ്ണ് തുറന്നു നോക്ക്, കണ്ണുണ്ട് തുറന്നു നോക്ക്, അല്ലേ? ആ ഫിസിക്കൽ കണ്ണല്ല ഈ പറയുന്നത്.
അപ്പൊ നിങ്ങൾക്ക് കണ്ണുണ്ട്, നിങ്ങൾ കാണുന്നില്ല. കണ്ണെന്ന് പറയുന്നത് ഒരു പുറത്തിരിക്കുന്ന ഒരു ശരീരത്തിന്റെ ഫിസിക്കൽ പാർട്ട് അല്ല കണ്ണ്. ആ ഉള്ളിലിരിക്കുന്ന വിവേചന ബുദ്ധി, നീ അതൊന്ന് ഉപയോഗിക്കുക, നിനക്ക് കാണാൻ പറ്റും. അപ്പോ ബുദ്ധിയെ ഉണർത്തി ചിന്തിക്കൂ എന്നാണ് ഇതിനർത്ഥം. മനസ്സ് തുറന്ന്, അകക്കണ്ണ് തുറന്ന് വേണം യാഥാർത്ഥ്യത്തെ നമ്മൾ അറിയാനായിട്ട്. ആ യാഥാർത്ഥ്യത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? കുറേ അജ്ഞാനങ്ങൾ ഇല്ലാതാകണം തപത്തിലൂടെ. അതുകൊണ്ടാണ് നമ്മൾ ആ ആ ഒരു എന്താ പറയാ, ഒരു യമ നിയമാദികൾ വേണം അല്ലെ? പതഞ്ജലി യോഗസൂത്ര യോഗത്തിന് വേണമെങ്കിൽ, യോഗം ചെയ്യണമെങ്കിൽ ഈ കുറെ അഴുക്കുകൾ നമ്മുടെ നിന്ന് മാറണം. അതിനാണ് മന്ത്രദീക്ഷയൊക്കെ എടുക്കുന്നത്. അപ്പോ യാഥാർത്ഥ്യം അറിയണം. അപ്പൊ ഈ സംസാരത്തിൽ നിന്ന് പല പല കാര്യങ്ങൾ ചെയ്ത് പല പല ആകർഷണ വസ്തുക്കളിൽ ബുദ്ധിയെ വെച്ച് അങ്ങുമിഞ്ഞ് അലഞ്ഞ് ലക്ഷ്യത്തെ ഉറപ്പിക്കാതെ തന്റെ പുണ്യമായി കിട്ടിയ മനുഷ്യ ശരീരത്തെ വെറുതെ പാഴാക്കുന്ന ഭണ്ഡാസുരനെ പോലെയുള്ള അസുര ജന്മങ്ങളാകരുത് നമ്മൾ ഓരോരുത്തരും. കാരണം എന്താ? സൂര്യനെ കണ്ണിൽ വെച്ച 7 പേര്, ഒരാഴ്ചയിലെ 7 ദിവസം, ഓരോ ദിവസവും നാളെ ചെയ്യാം, നാളെ ആകട്ടെ, നാളെ ആകട്ടെ അല്ലെ? നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മാറ്റി നിർത്തിയാല് ആ 7 ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇന്ന് എനിക്ക് വേറെ പലതും ചെയ്യാനുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുന്നു? നമ്മുടെ സാധനയ്ക്കാണോ? ഭൗതിക കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ? പക്ഷെ നമ്മുടെ സാധനയിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനാ? ഈ പ്രാവശ്യം ഞാൻ മഹാഭാരതം പഠിക്കാൻ പോകണം. മഹാഭാരതം എത്ര വർഷം കൊണ്ട് പഠിച്ചു തീരും? ഇല്ലെങ്കിൽ നമ്മൾ രാമായണം എത്ര വർഷം കൊണ്ട്? അതിന്റെ എന്താണ് അതിലെ തത്വം എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോ നമ്മുടെ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യത്തില് ആ ഒരു ഉറയ്ക്കാത്ത മനസ്സ്, ബുദ്ധി ഇല്ലേ? അപ്പോ ഈ പറഞ്ഞ ആ പഞ്ചസേനാപതികൾ എന്ന് പറയുന്നത് നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെയാണ്. അപ്പൊ അവരാണ് സർപ്പിണിയെ ഉണ്ടാക്കിയത്. കാരണം സർപ്പം എന്താണ്? സർപ്പം ഈ ഇന്ദ്രിയങ്ങൾ സർപ്പത്തെ ഉണ്ടാക്കി, അവയെ വെച്ച് കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദേവി ഉപാസന എന്ന് പറയുന്ന ശാക്തേയ ഉപാസനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കുണ്ടലിനി എന്ന് പറയുന്ന കുണ്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നവൾ അല്ലെ? സർപ്പാകൃതിയിൽ സർപ്പിണിയായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടന്നുറങ്ങുന്ന ഒരാളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. കുണ്ടലിനിയെ നമ അല്ലെ? എന്താണ് ശ്രീവിദ്യ ഉപാസന? നമ്മുടെ ശരീരത്തിലിരിക്കുന്ന സർപ്പത്തെ കുറിച്ച് പഠിക്കുന്നതാണ് കുണ്ടലിനി. ചുരുണ്ട് 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 എങ്ങനെയാണ് ഒരു ബോൾ പെന്നിന്റെ എന്താ പറയാ, അതിന്റെ സ്പ്രിങ് നമ്മൾ ചുരുട്ടി ശക്തി മുഴുവനും ബോൾ പെൻ എഴുതാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ കൂടി 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 അത് നീണ്ടു വരും. എഴുതി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് സ്പ്രിങ് ടോട്ടലി റിലീസ്ഡ് ആവും. അതുപോലെ ചുരുണ്ട് കിടക്കുന്ന ഒരു പാമ്പുണ്ട് നമ്മുടെ ഉള്ളില്. ഈ സർപ്പിണികളെ അല്ലെ, ആ സേനാപതികൾ എന്ന് പറഞ്ഞാല് അവര് വന്നിട്ടാണ് ഈ സർപ്പിണിയെ എന്ത് ചെയ്തു? ഇറക്കി വിട്ടത്. പഞ്ചസേനാധിപതികൾ എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എല്ലാം തന്നെ. ഈ ഇന്ദ്രിയങ്ങൾ സർപ്പത്തെ ഉണ്ടാക്കി വെച്ച് കളിച്ചു അല്ലെ? അപ്പൊ ദേവി ഉപാസനക്കാരെല്ലാരും മനസ്സിലാക്കണം, ശക്തിയെ ശരീരത്തിൽ കാണുന്നത് കുണ്ടലിനി സ്വരൂപത്തിലാണ്, അല്ലാതെ കാണാൻ പറ്റില്ല. നമ്മുടെ പ്രാണശക്തിയായിട്ട് നമ്മുടെ കുണ്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നവൾ ഒരു ചെറിയ കുണ്ടത്തിനകത്ത് അധോമുഖ ത്രികോണത്തില് സ്വയംഭൂ ലിംഗത്തില് തല അമർത്തി താഴോട്ട് എനിക്കിതൊന്നും കാണണ്ട എന്നുള്ള മട്ടിൽ എപ്പ ജീവൻ ഈ ശരീരം പുറത്തേക്ക് വന്നോ അപ്പം മുതൽ കുണ്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നവളാണ് കുണ്ടലിനി. അതൊരു സർപ്പമാണ്. നമ്മുടെ ഇട, പിങ്കള നാടികൾ എല്ലാം തന്നെ സർപ്പത്തെ പോലെ പൊളഞ്ഞ് നമ്മള് ഒരു MBBS സ്റ്റുഡന്റിന് മെഡിക്കൽ കോളേജിൽ വെച്ചിരിക്കുന്ന ആ ഒരു നട്ടലിനോട് ചുറ്റിക്കിടക്കുന്ന 2 സർപ്പങ്ങൾ അതിലിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതാണല്ലേ എന്റെ സിമ്പല്. എന്താ മെഡിസിന്റെ സിമ്പല്? ഡോക്ടർമാരുടെ സിമ്പൽ എന്താ? ഇതാണ്. എന്താ ഈ 2 സർപ്പങ്ങൾ? നമ്മുടെ ഇട, പിങ്കള നാടികൾ തന്നെയാണ്. അവിടെ നട്ടെല്ലെന്ന് പറയുന്ന ആ ഏകമായിരിക്കുന്ന വസ്തുവിലൂടെ എപ്പോഴാണോ ഈ ശക്തി മുകളിലേക്ക് പ്രവഹിക്കാൻ നമുക്ക് പറ്റുന്നത്, നമ്മൾ ഉണർത്തുന്നത്, അപ്പോഴ് നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന്, ശരീരം, മനസ്സ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാം. അപ്പോ ആ കുണ്ടലിനി എന്ന് പറഞ്ഞ വാക്കിനെയാണ് ഇവിടെ സർപ്പം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദേവിയെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ഉഴറുന്ന ഒരു ഭക്തന് അമ്മയുടെ സ്ഥൂല രൂപം കാണപ്പെടുന്ന ഈ പ്രകൃതിയും പഞ്ചഭൂതങ്ങളുമായിട്ട് നമുക്ക് ലളിതാ ത്രിപുരസുന്ദരി എന്നുള്ള രൂപത്തിൽ സ്ഥൂലത്തിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ അമ്മയെ കാണണം. കാരണം എന്താ? കാണപ്പെടുന്ന പ്രകൃതിയാണ് അമ്മ ലളിത അല്ലെ? പഞ്ചഭൂതങ്ങള് ദേവിയാണ്. അപ്പൊ ശരീരമാകുന്ന ശ്രീചക്രത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ അമ്മയെ എവിടെ കാണണം? മൂലാധാരത്തിലെ കുണ്ടത്തില് സ്വർണവർണ്ണമുള്ള ഒരു കുഞ്ഞു പാമ്പായിട്ട് സ്വയംഭൂ ലിംഗത്തില് 3.5 ചുറ്റുള്ള സർപ്പിണി രൂപത്തില് തല താഴോട്ടമർത്തി പ്രാണശക്തിയായിരിക്കുന്ന എല്ലാ ശാക്തേയ തന്ത്രങ്ങളും പറയുന്ന ഏക സ്വരത്തിൽ പറയണു അല്ലെ? ഈ കുണ്ടലിനിയാണ് നിങ്ങളുടെ പ്രാണശക്തി. അപ്പൊ ഈ ഷഡാധാരമായപ്പോ എന്താ? യോഗമാർഗം എന്നാ പറയുന്നത്. അപ്പൊ യോഗം ചെയ്യാം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട്
ദൂരെ ഇരിക്കുന്ന ഒരാളുമായിട്ട് മൂലാധാരത്തിൽ കിടക്കുന്ന ആ ഒരു കന്യാകുമാരിയില് ഭരണമാല്യം പിടിച്ചുകൊണ്ട് ദേവി കുമാരിയായിട്ട് വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് തന്റെ സഹസ്രാരത്തിലിരിക്കുന്ന കൈലാസത്തിലിരിക്കുന്ന ശിവന് വേണ്ടി. അമ്മയെ അവിടെ ബാലാപരമേശ്വരിയാണ് ഇല്ലേ? അവിടെ ബാലാമന്ത്രത്തിലൂടെ നമ്മൾ ഈ തലങ്ങൾ കടന്നു പോകണം. വിവാഹ മാല്യം കൊണ്ടുവന്ന് ശിവന്റെ കഴുത്തിലിടണം. അതിന് ജീവൻ പ്രയത്നിക്കണം. ദേവി നിത്യമായിട്ട് കന്യകയായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യ ഭാരതം എടുത്തു നോക്കുകയാണെങ്കിൽ മൂലാധാരത്തിലിരിക്കുന്ന ബാലയും സഹസ്രാരത്തിൽ അവിടെ കൈലാസത്തിലിരിക്കുന്ന ശിവനും. എന്താ ഇതിനൊക്കെ? ഇത് സിംബോളിക് ആയിട്ട് ഓരോ ജീവനും ഇതാ ചെയ്യേണ്ടത്. ദേവിയെ നമ്മൾ മൂലാധാരത്തിൽ നിന്ന് യോഗമാർഗത്തിലൂടെ, ഭോഗമാർഗമല്ല, ഭോഗം പുറത്തുള്ള മാർഗങ്ങളാണ്. യോഗം എന്ന് പറഞ്ഞാൽ അകത്ത് മാത്രം ഷഡാധാരങ്ങളിൽ നടക്കുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ യോഗം. യോഗമാർഗം അതിഗോപ്യമാണ്, രഹസ്യമാണ്. അത് രഹസ്യമാർഗം എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ടാണ്. ശരീരത്തിൽ എന്താണ് ഇരിക്കണം? നമ്മൾ നമ്മുടെ കണ്ണിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മുഖം കണ്ണാടിയിൽ ഒരു പ്രതിബിംബം അല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഭാഗം നമുക്ക് കാല് അല്ലെ കൈകളൊക്കെ കാണുന്ന നമ്മുടെ പുറകുവശം നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്? ആകെ കണ്ണാടി കാണുന്ന ഒരു പ്രതിബിംബമാണ് ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. യഥാർത്ഥ ഞാനിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിലാ, നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഇല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കുമ്പോഴല്ലാതെ നമുക്ക് സ്വയം കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമുക്ക് സ്വയം കാണാൻ പറ്റാത്ത ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ കാണുന്നത് വെറും പ്രതിബിംബങ്ങളെ മാത്രമാണ്. ഈ പ്രപഞ്ചം പ്രതിബിംബമാണ്, ബിംബമല്ല. അപ്പോ നമ്മുടെ ഉള്ളില് ഈ സർപ്പിണി രൂപത്തില് ഒരു ദേവിയുണ്ട് അല്ലെ? ആ ഒരു എന്താ പറയാ, ഈ നമ്മുടെ യോഗമാർഗമാണ് നമ്മളിപ്പോ ആശ്രയിച്ചിരിക്കുന്നത്. ശ്രീവിദ്യാ മാർഗം യോഗമാർഗമാണ്. സഹസ്രാരം എന്ന് പറയുന്ന ആ കുലപഥം ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിലേക്ക് ഒരു തടില്ലത പോലെ, മിന്നൽ പിണറ് പോലെ കുതിക്കുന്ന ആ കുണ്ടലിനി. ആടുപാമ്പേ പൂനം തേടുപാമ്പേ ആനന്ദക്കൂത്ത് കണ്ട ആടുപാമ്പേ. ഗുരുദേവൻ പാടിയത് ഇതാണ്. ഷഡ് ചക്രോപരി സംസ്ഥിത, സഹസ്രാരത്തിലെ ബ്രഹ്മരന്ധ്രത്തെ ലക്ഷ്യമാക്കി പോകുന്നവൾ, 6 ചക്രങ്ങളെ ഭേദിക്കുന്നവൾ, കുലബിത്വ. അപ്പൊ ഈ ഷഡാധാരങ്ങള് എന്നൾക്ക് ആധാരമായിട്ടിരിക്കുന്നവൾ, മൂലാധാരൈക നിലയ അല്ലെ? ഇതെല്ലാം നമ്മൾ ദിവസവും ജപിക്കുന്നതാണ്. മൂലാധാരൈക നിലയ ആ കുലപദത്തിലൂടെ സകലമഭിഭിത്വ കുലപദം സഹസ്രാരേ പത്മേ സഹരഹസ്യ പത്യാവിഹരസേ എന്ന് സൗന്ദര്യലഹരി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. കുലപദം ഭേദിച്ചുകൊണ്ട് സഹസ്രാര പത്മത്തില് സഹ, കൂടെ, സഹ, അഹം എന്ന് പറയുന്ന ബോധത്തെ മാറ്റിക്കൊണ്ട് സഹയാക്കിക്കൊണ്ട് മഹത്താക്കിക്കൊണ്ട് രഹസ്യമായിട്ട് പതിയുമായിട്ട് ഭർത്താവുമായിട്ട് വിഹരസെ, അമ്മ അവിടെ വിഹരിക്കുന്നില്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് പ്രാണശക്തി, ഞാൻ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് അല്ലെ? ആ ഒരു മൂലാധാരത്തിലിരുന്ന അമ്മ ഇങ്ങനെ കുലപഥത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാണശക്തിയായിട്ട് നമ്മൾ ഉച്ഛ്വാസം ചെയ്തുകൊണ്ട് ആ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നേരെ ഇരുന്ന് നട്ടല് നിവർത്തിയിരുന്ന യോഗമാർഗം എന്ന് പറയുന്നത്. ഇത് കാരണമാരാ? ഈ അമ്മയാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഈ ഷഡാധാരങ്ങളുടെ ഒരു പാത, ഒരു സഞ്ചാര വഴി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് കുലപഥം. നമ്മളെ കുലം, ഗോത്രം ഇല്ലെ, ഒരു ലീനിയേജ് എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ കുലത്തില് കൗളിനിയായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ആ കൗളമാർഗത്തിൽ പൂജിക്കുന്നതിൽ സന്തോഷമായിട്ടിരിക്കുന്നവൾ, മൂലാധാരത്തിലെ 3.5 ചുറ്റ് അല്ലെ? ആ ഒരു ശരിക്കും പറഞ്ഞാല് ഈ ഒരു അരച്ചുറ്റ് എന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാമ്പിന്റെ വാല് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കഴിഞ്ഞിട്ട് ഒരു അരച്ചുറ്റ് കാണുന്നുണ്ട് അല്ലെ? അപ്പം മുഖം എന്ന പാമ്പിന്റെ പത്തി, ആ പത്തി എവിടെയിരിക്കുന്ന? അധോമുഖമായിട്ട് വെച്ചിരിക്കുന്നവൾ. അപ്പോ ആ പാമ്പിനെ ഉണർത്തിയാൽ മാത്രമേ ജീവശക്തിയെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് കൊണ്ടുപോകലാണ് ശ്രീവിദ്യ ഉപാസനയുടെ ലക്ഷ്യം. ഇതെല്ലാം തന്നെ ഗുരുമുഖമായിട്ട് നമ്മൾ അറിയേണ്ടുന്ന രഹസ്യ മാർഗമാണ്. ഇതല്ലാതെ ആരെങ്കിലും പറയുന്ന പോലെ ചെയ്താല് പാമ്പിന്റെ വിഷം ദംശിച്ച് തന്നെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഇത് ആരെങ്കിലും പറയും പോലെ ചെയ്യുന്നതല്ല. കുലത്തിന് ഇനിസിയേഷൻ ആവശ്യമാണ്. അല്ലാതെ തോന്നുന്ന പോലെ കാട്ടിലൊക്കെ കയറി നടന്നു കഴിഞ്ഞാൽ അഹിംസ ജന്തുക്കളെ പിടിച്ച് തിന്നും ഇല്ലേ? അതുപോലെ ഈ പാമ്പിനെ ചുമ്മാ അഴിച്ചു വിടാൻ പറ്റില്ല. ഈ പാമ്പെന്ന് പറഞ്ഞാൽ എന്താ? കുലപഥത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യ ശരീരത്തിൽ ദേവി എന്ന ശക്തി ആധാരമായിട്ട് മൂലാധാരത്തിലും ശിവൻ എന്ന ബ്രഹ്മതത്വം സഹസ്രാരത്തിലും ഇരിക്കുന്നു. അപ്പൊ ഈ ശക്തിയെ ഉണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നുള്ള ആധാരങ്ങളിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകണം. ഇതിന് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, വിഷ്ണു ഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി, അങ്ങനെ 3 ഗ്രന്ഥികളെ ഭേദിച്ചെങ്കിൽ മാത്രമേ
ആ മുകളിലേക്ക് പോകാൻ പറ്റൂ. എന്താ ഈ 3 ഗ്രന്ഥികള്? ബ്രഹ്മഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥി, രുദ്രഗ്രന്ഥി. എന്താ? അഗ്നികണ്ഠം, സൂര്യഖണ്ഡം, രുദ്രഗ്രന്ഥി. അതായത് ആ ചന്ദ്രഖണ്ഡം. ഇവിടെ ശിവനുമായിട്ട് ശക്തി ചേരുമ്പോ അമൃതധാര ഉണ്ടാകുന്നു. ഇത് ജീവൻ ശിവനോട് ഐക്യമായി എന്നർത്ഥം. ഇതിനെയാണ് നമ്മൾ മോക്ഷപഥം എന്ന് പറയുന്നത്. അപ്പൊ സത്ത് എന്ന ബ്രഹ്മവും ജീവൻ എന്ന ഇരിക്കുന്നതും എല്ലാം തന്നെ, അതായത് സത്ത് എന്ന ബ്രഹ്മം, ജീവൻ എന്ന് പറയുന്ന ചിത്ത്, അങ്ങനെ സത്തും ചിത്തും ചേരുമ്പോൾ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. ഇതാണ് അമൃതധാര. ഇവിടെ ഭണ്ഡാസുരൻ പാമ്പുകളെ ദേവിയുടെ സൈന്യത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്നു. പാമ്പ് എന്നത് നല്ലതിനും ഉപയോഗിക്കുന്നുണ്ട്, ചീത്തയായിട്ടുള്ളതിനും ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? പാമ്പിനെ ശരിയായിട്ട് വെച്ചാൽ എന്താ? ഉഗ്ര വിഷമുള്ള സർപ്പങ്ങളെ പോലും വിഷമാണ് ആ വിഷത്തിന് മറുമരുന്ന്. നമ്മൾ എന്താണ് ഈ ആന്റി വെനം എന്ന് പറയുന്നത്? വാക്സിനേഷൻ എടുക്കുന്നതൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ആന്റി വെനം വിഷത്തിന് വിഷം തന്നെയാണ് മറുമരുന്നായിട്ട് കുത്തുന്നത്. ഇതൊരു പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ളതാണ് ഈ വിഷം എന്ന് പറയുന്നത്. കൂടുതലായി കഴിഞ്ഞാൽ ശരീരത്തിലെ ഗ്രന്ഥികള് അല്ലെങ്കിൽ അതിന്റെ സെൽസ് ഒക്കെ പൊട്ടി നമ്മൾ രക്തം വന്ന് മരിച്ചു പോകുന്നു. അതേസമയം ആവശ്യത്തിന് മാത്രം എടുത്ത് കുത്തി ഒരു വിഷമുള്ള ശരീരത്തിൽ തിരിച്ച് മറുവിഷമായിട്ട് ആന്റി വെനം കൊടുത്തു കഴിയുമ്പോൾ ആ ജീവൻ രക്ഷപ്പെടുന്നു. ഇതിനൊക്കെ എത്ര അർത്ഥം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ വിഷമാകുന്ന കാര്യങ്ങൾ ഭക്ഷിച്ച് ഈ ശരീരം, ഈ പ്രപഞ്ചമാണ് സത്യം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നു. ഇതിന്റെ ആന്റിവെനം എന്താ? ആന്റിവെനം എന്ന് പറയുന്ന ഈ ശക്തി നമ്മുടെ കുണ്ടലിനി ശക്തിയെ തന്നെ ഒന്ന് ഉണർത്തി ഇതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് നമുക്ക് മോക്ഷത്തെയും കൊടുക്കുന്നു. നമ്മുടെ ഈ കെട്ടിയിടുന്ന വിഷമായിരിക്കുന്ന സംസാര സമുദ്രത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും ഈ ആന്റിവെനമാകുന്ന ദേവി മതി, ദേവിയുടെ ഉപാസന മതി. അപ്പൊ പാമ്പ് വിഷത്തിന്റെ ആന്റി ഡോട്ട് എന്ന് പറയുന്നത് എന്താ? പാമ്പ് വിഷം തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് മറുമരുന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി, അല്ലെ? ആദ്യം വേണ്ടത് എന്താ? അവരവന്റെ ജ്ഞാനേന്ദ്രിയങ്ങളും ആ ഒരു എന്താ പറയാ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് ഒക്കെ കൺട്രോൾഡ് ആയിട്ടിരിക്കുക. അതിനെയാണ് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്താൽ എല്ലാം ശാന്തമാകും. അപ്പൊ ഈ പഞ്ചസേനാപതികള് പാമ്പുകളെ തുറന്നു വിട്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ വരുമ്പോ മനസ്സ് പുറത്തേക്ക് പാമ്പ് മാതിരി വളഞ്ഞു പുളഞ്ഞ് സഞ്ചരിക്കുക. കാരണം വളഞ്ഞു പുളഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കാൻ അതിന് പറ്റില്ല. അതിന് ജന്മമായിട്ട് കിട്ടിയതാണത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വിഷൻ ഇല്ല എന്നർത്ഥം. നമ്മൾ പലരും പറയണത് കേട്ട് നമ്മുടെ മനസ്സിനെ വളഞ്ഞു പൊളഞ്ഞ് എല്ലാത്തിന്റെയും നെഗറ്റീവ്, ഇത് അങ്ങനെ ആയിരിക്കുമോ, ഇത് ഇങ്ങനെ ആയിരിക്കുമോ, സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിച്ചാൽ എന്താ? ഇത് ഇങ്ങനെയാണ്, ശരി അല്ലെ? നമ്മളത് കണ്ടു, അത് കേട്ടു, അത് നമുക്ക് മനസ്സിലായി, വിട്ടു, അല്ലെ? അതിനെക്കുറിച്ച് വേറെ ആവശ്യമില്ലാത്ത വളഞ്ഞു പൊളഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിനെ വിഷം കയറ്റി അതിന് ഇങ്ങനെ ആയിരിക്കാം, അത് അങ്ങനെ ആയിരിക്കാം. എന്നിട്ട് എന്താ? വിഷം തുപ്പുക. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തു എന്ന് പറയാ, ഇല്ലാത്തവരടുത്ത് വിഷം, അതായത് വിഷമായിട്ടുള്ള വാക്കുകളെ പുറപ്പെടുവിക്കുക. അങ്ങനെ നമ്മൾ വളഞ്ഞു പൊളഞ്ഞ് സഞ്ചരിച്ച് വിഷം വമിപ്പിച്ച് സ്വയം നാശമുണ്ടാക്കുന്നു എന്നർത്ഥം. ഇതാണ് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ ഭണ്ഡാസുര വധത്തിൽ ഓരോന്നിന്റെ അർത്ഥം. ഭണ്ഡൻ അയച്ച മൂകാസ്ത്രം, വേണ്ടടുത്ത് സംസാരിക്കാതെ വേണ്ടാത്തടത്ത് പറഞ്ഞ്, ഇപ്പൊ ദേവി നാമങ്ങൾ ഉരുവിടാതെ പലപ്പോഴും മൂകരെ പോലെ കഴിയുന്ന ആളുകളെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ? മനസ്സുണ്ടായിട്ടും ബുദ്ധി ഉണ്ടായിട്ടും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ടും ചിന്തിക്കാത്തവൻ, അവനെയാണ് മനുഷ്യൻ. അല്ലാത്തവരൊക്കെ മനുക്കളാണ്, അല്ലെ? ചിന്തിക്കുന്നവരാണ്. ചിന്തിക്കുന്നവർ ആവശ്യമില്ലാതെ സംസാരിക്കില്ല. കാരണം ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സംസാരിക്കും. ആവശ്യമുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം വേണ്ടില്ല, അല്ലെ? നമ്മുടെ ഉപാസനയിലും അങ്ങനെയൊക്കെയാണ്. നമ്മൾക്ക് ഒന്നും അറിഞ്ഞുകൂടെയോ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് അറിയാൻ ശ്രമിക്കണം, പഠിക്കണം. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചും അത് കണ്ടംപ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു നിധിധ്യാസനം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. ആരാണോ ഇതിനെക്കുറിച്ച് ഈ ചിന്തിക്കുക എന്ന് പറയുന്നത് എന്താ? ദേവിയെ കുറിച്ച് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കുക, വേറൊരു കാര്യമല്ലല്ലോ. ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ദേവിയെ കുറിച്ച് നമ്മൾ മനനം ചെയ്യണു, നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ മാറണു, വീണ്ടും നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നു. അപ്പോ ആ എന്താ ഒരു മൂകാസ്ത്രം എന്ന് പറഞ്ഞ ഇതാണ്. ആവശ്യമില്ലാത്തതെല്ലാം സംസാരിക്കും, ആവശ്യമുള്ളത് ചോദിച്ചാൽ മിണ്ടുകയില്ല. ഇപ്പൊ മോഹം അല്ലെങ്കിൽ മയക്കം, ഏതിനോടുള്ള ഒരു ആഗ്രഹം തോന്നി അത് വേണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ്, അപ്പൊ ബാഹ്യ വസ്തുക്കളിൽ മയങ്ങി കിടക്കുന്നു. ഇതാണ് മോഹാസ്ത്രം. അപ്പൊ ഇവയെല്ലാം തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ താഴ്ത്തുന്ന ദുർഗുണങ്ങളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പോർക്കളത്തിൽ പോവേണ്ടത്? എല്ലാ മനുഷ്യരും ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, അല്ലെ? ദിനവും നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു യുദ്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ യുദ്ധം എന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ്. 10 പേര് നമ്മളെ ഒരു തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞു, നമ്മൾ ആ കൂട്ടത്തിൽ പോയി, അല്ലെ?
അപ്പൊ ഉടനെ അവര് പറഞ്ഞു സാരമില്ല, ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞ തെറ്റാണെന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു സത്യം പറയും. പക്ഷെ അവരുടെ പ്രേരണ കൊണ്ട് സാരമില്ല, ഈ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞ് എപ്പോ നമ്മൾ അതിൽ വീഴണോ നമ്മളും അധർമ്മത്തിന് കൂട്ടുകാരായി. അല്ലെ? പിന്നെ അതിന്റെ പാപം പിന്നെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് പറ്റില്ല, ഞാൻ ഇതിനകത്ത് ഇല്ല എന്ന് അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ? പലപ്പോഴും ഇങ്ങനെയാ സംഭവിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അല്ലെ, അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്ട്രെയിറ്റ് വളരെ എന്താ പറയുക നിന്ന് ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. അവിടെ എന്താ അമ്മയില്ല എന്നുള്ള തോന്നലാണ് ഒറ്റപ്പെടാൻ കാരണം. ഇത് ചെയ്യാമോ, ഇത് ചെയ്തുകൂടെയോ, ഇതിനി ചെയ്യാതിരുന്നാൽ മറ്റുള്ളവർ എന്ത് കരുതും, അല്ലെ? ഞാൻ മോശമാവില്ലേ, എന്നെ കുറിച്ച് അവര് മോശം പറയില്ല. ഈ പറയുന്ന ആരാ നമ്മുടെ കൂടെ വരുന്നത്? നമ്മുടെ പുണ്യപാപങ്ങളുടെ തൂക്ക് അവിടെ എടുക്കുമ്പോ അവിടെ ഇങ്ങനെ 2 ത്രാസ് വെച്ചിട്ടുണ്ട് അല്ലെ, യമപുരിയില്. എന്നിട്ട് നമ്മളെ മാത്രമാണ് അവിടെ നിർത്തുന്നത്. കൂടെ നിന്നവരും പറഞ്ഞവരും പ്രേരിപ്പിച്ചവരും ചെയ്യാൻ കൂട്ടുനിന്നവരും ഒന്നും നമ്മുടെ കൂടെ കാണില്ല. ഒറ്റയ്ക്ക് അവിടെ നിൽക്കും. യമധർമ്മ രാജാവ് ഒരു ഒരു സ്ക്രീനിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പൊ പറയും അവര് എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവര് പറഞ്ഞുകൊണ്ടാണ്. എവിടെ ഏവര്? ഈ പറഞ്ഞ ആരും നമ്മുടെ കൂടെ ഇല്ല. ഒറ്റ കുഞ്ഞുങ്ങളില്ല, നമ്മൾ മാത്രം. ഇത് ചിന്തിച്ചുറപ്പിക്കുക. എന്റെ കർമ്മം ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയാണ് കർമ്മം. ക്രിയ ആയി കഴിഞ്ഞു അല്ലെ? അപ്പൊ നമ്മളെ വിചാരിക്കും ഇനി മറ്റേ ആള് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാലും ഇപ്പൊ ഈ ഭൂമിയിൽ നിന്ന് പറ്റാമല്ലാതെ നമുക്കൊരു വിചാരണ കോടതി വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒറ്റയാണ്. കർമ്മം നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്തത് നമ്മൾ തന്നെയാണ്. അവിടെ പ്രേരണ കുറ്റം അവർക്ക് കിട്ടിക്കോട്ടെ. അതുകൊണ്ട് നമുക്കെന്ത് ഫലം? നമുക്ക് കിട്ടുന്ന ഫലം നമ്മൾ അനുഭവിക്കണ്ടേ? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് എപ്പോഴും അത് ചെയ്യണോ ഇത് ചെയ്യണോ പല പല കർമ്മങ്ങളിലും നമ്മൾ ഏർപ്പെട്ടു പോവുകയാണ്. എന്താ അത്? നമ്മുടെ ഉള്ളിലെ വാസനകളാണ്. ഒരു മനുഷ്യന്റെ മനസാക്ഷി ദിവസവും ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയ്ക്ക് പോരാടിക്കൊണ്ടേ ഇരിക്കണം. ഈ പോരാട്ടത്തിലാണ് ദേവി നമ്മുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അധർമ്മത്തെ അഴിക്കാൻ വേണ്ടി ആ ബാലയെ നമുക്ക്, അതായത് ദേവി പോർച്ചട്ട അണിയിച്ച് നെറ്റിയിൽ തിലകം ചാർത്തി ആ ഒരു വാരാഹി ശ്യാമയോടുകൂടി അമ്മ അയക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ബാല നമ്മുടെ ജീവനാണ്. അപ്പോ ബാല എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ജീവനാണ്. ജീവിത പോരാട്ട കളരിയില് ഓരോ ജീവന്റെയും കൂടി ഇരുന്ന് രക്ഷിക്കുന്നവള് ലളിതാംബിക. അപ്പൊ നമ്മൾ ഇത് തിരിച്ചറിഞ്ഞില്ല മാത്രമേ ഉള്ളൂ ഇതാണ് നടക്കുന്നത്. അമ്മ തന്നെ തന്റെ 4 കരങ്ങളിലെ 4 ആയുധങ്ങള്, ക്രോധം എന്ന് പറയുന്ന അങ്കുശം, രാഗമാകുന്ന പാശം, മനോരൂപേക്ഷ കോദണ്ഡം, പഞ്ചതന്മാത്ര സായകം, ഇങ്ങനെയുള്ള എല്ലാം കയ്യിൽ വെച്ചിരിക്കണം. പാശം എന്ന് പറഞ്ഞ കയറാണ് അല്ലെ, സ്നേഹബന്ധം. അപ്പൊ നമ്മൾ പറയാറില്ലേ എനിക്ക് പാശമൊന്നും ഇല്ലാതെ, ആരും ഇതൊക്കെ പറയുന്നത്? ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊക്കെ നമ്മൾ പറയും. ഈ തിക്കർ ദാൻ വാട്ടർ ഒക്കെ ഈ ശരീരം കത്തിച്ചു പോകുമ്പോ കഴിഞ്ഞു. ഒന്നും ഒന്നിനേക്കാളും വലുതല്ല. പ്രപഞ്ച വസ്തുക്കൾ എല്ലാം തന്നെ വളരെ നിസ്സാരാണ്. അപ്പൊ പാശബന്ധനം തന്നെ പശുവാക്കി കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ പാശത്തെ വിച്ഛേദിക്കേണ്ടത്. അപ്പൊ ഏതിലാണ് നമ്മൾ പാശം? ആ ബന്ധസ്വന്തങ്ങളിൽ മാത്രമല്ല നമ്മൾ പാശം, ചില വസ്തുക്കളില് ഇതെനിക്ക് വേണം, ഞാൻ ഇത് ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ തായ്മാനവരുടെ കഥയില് കമ്പിളി കൊടുത്തത് നമ്മൾ കണ്ടു ഇല്ലേ? കിട്ടിയ കമ്പിളി വില കൂടിയതാണോ വില കുറഞ്ഞതാണോ ഒന്നും കണ്ടില്ല. റോഡിൽ ഒരാള് തണുത്ത് വിറച്ച് കിടക്കണുണ്ട്, ഉടനെ കൊടുത്തു അത്. അവിടെ എന്റേതെന്നുള്ള ഒരു ഓണർഷിപ്പ് ഇല്ല. അപ്പൊ എന്താണ് ആ ഉപയോഗിച്ചാല്, ശരിക്കും പറഞ്ഞാല് താൻ കൊടുത്തത് നന്നായിട്ട് ഉപയോഗിച്ചില്ല. അപ്പോ മറ്റവർക്ക് ദേഷ്യം വരാൻ കാരണം എന്താ? ഞങ്ങൾ കൊടുത്ത അവരെന്തിൽ വെച്ചിരുന്നു? ആ പുതപ്പില് കുറച്ച് രൂപ കൊടുത്തിട്ട് ആ രൂപ എന്റെ രൂപ ഇട്ട് വാങ്ങിച്ച ഞാൻ കൊടുത്ത പുതപ്പ് അതിനെ ഉപേക്ഷിച്ചു. അവരുടെ മനസ്സ് അന്നാണ് അത് താഴ്ന്നത്. തായ്മാനവരോ അമ്മയെ കാണാൻ പോവുകയാണ്. അമ്മയുടെ ജീവനാണ് ആ റോഡിൽ കിടക്കുന്ന സ്ത്രീയുടെ ഉള്ളില്, അവര് പുതയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ തമ്മിൽ ഈ തായ്മാനവരുടെ ഉള്ളിലിരിക്കുന്ന ഞാനും ഈ എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിച്ചവരുടെ ഉള്ളിലിരിക്കുന്ന ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ ശരീരത്തിന് തന്റെ പണം, എന്റെ ശരീരം ഞാൻ വാങ്ങിച്ചത്. ഇദ്ദേഹത്തിന് അത് കിട്ടിയപ്പോ അതിന്റെ വിലയൊന്നും നോക്കിയില്ല അല്ലെ? ഇത് ആരോ തന്നു, ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. ഈ ഇതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ പ്രശ്നം. അപ്പൊ ഞാനെന്ന് പറയുന്ന ആ ഒരു ബോധം, ഞാൻ കൊടുക്കുന്നത് നന്നായിട്ട് ഉപയോഗിച്ചില്ല. അപ്പൊ നമ്മുടെ പാശം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനാണ്. ആ പാശം അല്ലെ, അത് നല്ലതായത് കൊണ്ടോ വിലയുള്ളത് കൊണ്ടോ അല്ല, ഇത് എന്റേതെന്നുള്ള പാശം. നമ്മൾ എത്രയോ പേര് അല്ലെ വളരെ വളരെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ മരണം ഇല്ലെ, ആത്മഹത്യ ഇല്ലെ, വളരെ ക്രൂരമായിട്ട് പേപ്പറിൽ എടുത്ത് വായിക്കുന്നു. അതേസമയം നമ്മൾ അവരെങ്കിലും ഓർത്ത് അന്ന് മുഴുവൻ ഇരുന്ന് കരയോ, അയ്യോ അവരിങ്ങനെ മരിച്ചു, 10 മിനിറ്റ് പറയും, അത് കഴിഞ്ഞ് മറന്നു.
അതേസമയം എവിടെയെങ്കിലും ഈ പറഞ്ഞ മരിച്ച ആള് എന്റെ ബന്ധുവാണ്, എന്റെ മകന്റെ ഭാര്യയുടെ ചേട്ടന്റെ മകളുടെ ഭാര്യ, അപ്പൂപ്പന്റെ കൊച്ചച്ഛന്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റന്റ് റിലേഷൻ പറഞ്ഞിട്ട് പറയും, ഒയ്യോ പിന്നെ അതായി കാണുന്നവരോടെല്ലാം ആ മരിച്ചത് കണ്ടില്ലേ ഇല്ലേ, എന്റെ റിലേഷൻ ആണ്, എന്റെ റിലേറ്റീവ് ആണ്, സഹിക്കാൻ കുറച്ചു മുമ്പേ എന്താ പേപ്പറിൽ വായിച്ച ഒരു സാധാരണ കഥ, അവിടെ എന്റെ ഞാനെന്ന് പറഞ്ഞപ്പോ എന്തായി, ഞാനെന്ന് പറയുന്ന പാശം ഉടനെ ചുറ്റി അല്ലേ, ആ പാശത്തെയാ വെട്ടാൻ പറയുന്നത്. കാരണം ക്രോധമാകുന്ന അങ്കുശം വെച്ച് വെട്ടി പാശം അമ്മയിൽ വെക്കണം. അമ്മ രണ്ട് കാര്യം വെച്ചിട്ടുണ്ട്. അമ്മയെ പൂജിക്കുമ്പോ ചുമ്മാ ലളിതാംബിക എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ പോരെ, അമ്മയുടെ കയ്യിലെ ആയുധങ്ങള് നമ്മളെടുത്ത് ഉപയോഗിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, പാശത്തെ വെട്ടിയിട്ട് ക്രോധം എന്ന് പറയുന്ന അങ്കുശം വെച്ച് വെട്ടി ആ പാശമാകുന്ന കയർ അമ്മയുടെ പാദത്തിൽ വെച്ച് കെട്ടി കെട്ടി ഓരോ ദിവസവും കെട്ട് ബലപ്പെടുത്തണം. മന്മഥന്റെ കരിമ്പ് വില്ല് 5 പുഷ്പബാണങ്ങൾ ഇപ്പോ ദേവി കൈ വെച്ചിരിക്കുക. ഈ കരിമ്പ് വില്ല് നമ്മുടെ മനസ്സാണ് അല്ലെ, പഞ്ചബാണങ്ങൾ 5 തന്മാത്രകള്, ഇന്ദ്രിയങ്ങളെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന ശക്തി അല്ലെ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക് ഇവയെല്ലാം ഇന്ദ്രിയങ്ങളാണ്. കണ്ണിന്റെ ജോലി എന്താ, കാഴ്ച. അപ്പൊ ഇത് നടത്തിക്കുന്ന തന്മാത്ര അല്ലെ, ആ ഒരു ഫങ്ഷനാലിറ്റി എന്ന് നമുക്ക് പറയാം. ഈ കണ്ണ് ചുമ്മാ ഇങ്ങനെ ഇരുന്ന ഫങ്ഷൻ ചെയ്യില്ല, അതിന്റെ പുറകിൽ ഒരു തന്മാത്ര ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നന്നായിട്ട് വർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൂക്ഷ്മ തത്വങ്ങളെ ദേവി കയ്യിൽ വെച്ചിരിക്കുക. 5 സൂക്ഷ്മ തത്വങ്ങളെ, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാകുന്ന 5 തന്മാത്രകള് അമ്മയുടെ ഇരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വന്നപ്പോ അതെന്തായി, 5 ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് മാറി, കണ്ണ, നാക്ക്, മൂക്കൊക്കെ. അതുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിൽ എന്താ വളരെ ബന്ധമുണ്ട്. അത് അമ്മയുടെ കയ്യിൽ കൊടുക്കണം, നമ്മളെടുത്ത് കയ്യിൽ വെക്കേണ്ടത്. നമ്മൾ സന്തോഷം കൊണ്ട് സമർപ്പിക്കണം അമ്മയ്ക്ക്. അമ്മ ഇത് അമ്മ വെക്കൂ, അമ്മ എന്റെ കയ്യിലിരുന്ന ഞാനിത് എങ്ങനെയാ ഉപയോഗിക്കണം എനിക്ക് അറിയില്ല. കൊച്ചുകുട്ടികളൊക്കെ നല്ല സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കും അല്ലേ, അമ്മ സൂക്ഷിച്ചു വെക്കണേ അമ്മ, ഞാൻ ചോദിക്കുമ്പോ തരണേ. ഇതുപോലെ ആയിരിക്കണം നമ്മൾ നിഷ്കളങ്കരായിട്ടുള്ള കൊച്ചുകുട്ടിയാവണം. അമ്മ ഇതെല്ലാം എന്റെ തരല്ലേ അമ്മ, എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ല, ഈ കത്തി അത് ഉപയോഗിച്ച എന്റെ കൈ മുറിയും, അമ്മ വെച്ചോളൂ, എനിക്കിത് വേണ്ട. ചോദിക്കുമ്പോ അമ്മ തന്നാ മതി. അമ്മ റെസ്ട്രിക്ഷനോടുകൂടി ഏതാണ് നല്ലത് ഏതാണ് മോശം എനിക്ക് പറഞ്ഞു തന്ന് അമ്മ എനിക്ക് തരൂ. ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ എനിക്ക് ആരെയും മനസ്സിലാവുന്നില്ല, എല്ലാവരും മുഖം മൂടിയിട്ട് അഭിനയിക്കുന്ന ഒരു നാടകശാലയാണ് ഈ പ്രപഞ്ചം. എനിക്ക് സത്യമേത് മിഥ്യ ഏതെന്ന് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അമ്മ വെച്ചിട്ട് തരൂ. ഇതെന്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അമ്മയുടെ? അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം നമ്മുടെ മനസ്സിലാണ് ഓടുന്നത് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. ഈ സൂക്ഷ്മ തത്വങ്ങളെ അമ്മയുടെ കയ്യിൽ വെക്കട്ടെ, അമ്മ ഇരിക്കട്ടെ, അമ്മയുടെ ഇരിക്കട്ടെ, ചോദിക്കുമ്പോ തന്നാ മതി, അമ്മയിലൂടെ പ്രവർത്തിക്കട്ടെ. അപ്പൊ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എല്ലാം നേടുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സ് സദാ ശരിയായിട്ട് മനസ്സിലാക്കണം, എങ്കിലേ അത് നല്ല രീതിയിൽ കർമ്മം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും അമ്മയുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ അവിടെ സമർപ്പിച്ച് സമാധാനമായിട്ടിരിക്കണം. അപ്പൊ നമ്മള് എന്താ, അപ്പൊ ഭണ്ഡാസുരൻ അത് നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഭണ്ഡാസുരനാകും. അല്ലെങ്കിലോ ഭണ്ഡാസുരൻ നമ്മൾ ദേവനായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരാൻ നമ്മുടെ ഭക്തമാനസ ഹംസികയായിട്ട് അമ്മ നമ്മുടെ കൂടെ കാണും. അതുകൊണ്ടാണ് അവ സാക്ഷാൽ അംബികയുടെ കയ്യിൽ ഇരിക്കട്ടെ നമ്മൾ അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടൻ ചോദിച്ച 3 വരങ്ങൾ എന്താ, തന്റെ ശത്രുവിന്റെ ബലം പകുതിയായിട്ട് കുറഞ്ഞ് ബാക്കി തനിക്ക് വരണം അല്ലെ, ആയുധങ്ങൾ കൊണ്ട് മരണം പാടില്ല, 60,000 വർഷം ജീവിക്കണം. 3 വരങ്ങളാ ചോദിച്ചത്. ദേവി ഭണ്ഡനെ വധിക്കാൻ എല്ലാം അയച്ചത് എന്താ, പാശുപതാസ്ത്രം, കാമേശ്വരാസ്ത്രം, ഇതെല്ലാം തന്നെ ശക്തി രൂപത്തിലുള്ള അസ്ത്രങ്ങളാണ്. ഓരോ ആയുധം പ്രവർത്തിക്കാൻ കാരണം എന്താ, അതിന് പുറകിലുള്ള എനർജിയാണ് അല്ലെ. ഈ അസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന ചുമ്മാ നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഒരു അമ്പല്ല, മന്ത്രങ്ങളാണ്. മന്ത്രപൂരിതമായിട്ടാണ് ഓരോന്നും അയക്കുക. ഇപ്പൊ നമ്മളൊരു പുല്ലെടുത്ത് ശ്രീരാമചന്ദ്രൻ ജപിച്ച് അയച്ചാൽ പോലും അത് അസ്ത്രമാണ്. എന്താ അത്, ആ മന്ത്രബലം ആ വ്യക്തിക്കുള്ളത് കൊണ്ട്. ഈ അസ്ത്രങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതൊരു വെറും ഫിസിക്കൽ ഫോം, ഒരു കമ്പ് പോലെ ഒരു സാധനം ഇരിക്കണം, കൂർത്തിട്ട് ത്രികോണമറ്റമുള്ള ഒരു കമ്പ് അല്ലെ. ശരിക്കും ഇതെല്ലാം എന്താണ്, ശക്തിയാണ്, എനർജി ഫോമാണ്. അപ്പോ ദേവിയുടെ ശക്തിയാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ ഭണ്ഡൻ എന്താ, എത്ര വർഷമാണ് ചോദിച്ചത്, 60,000 വർഷം ജീവിക്കണം അല്ലെ എന്ന സമയപരിധി കൊണ്ട് എന്താണ് നമ്മൾ അദ്ദേഹം ഉദ്ദേശിച്ചത്. ഭണ്ഡാസുരൻ രാമായണത്തിലെ വാൽമീകി രാമായണം അനുസരിച്ച് ദശരഥന് 500-ൽ പരം ഭാര്യമാരാ പറയുന്നത്. എന്നാല് ആ കമ്പരാമായണത്തിൽ ദശരഥന് 60,000 ഭാര്യമാരെന്ന് പറയുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? രാമാഭിഷേകത്തെ കുറിച്ച് ആലോചിക്കാൻ ദശരഥൻ മന്ത്രിമാരെ വിളിച്ചുവെന്നും അവര് 60,000, ആ 60,000 എല്ലാവരുടെയും അഭിപ്രായം ഒന്നായിരുന്നു. 60,000 മന്ത്രിമാര് വന്നു. ഇനി ദശരഥൻ പറയുന്നത് കേൾക്കാൻ പറയുന്നു താൻ 60,000 വർഷം രാജ്യം ഭരിച്ചുവെന്ന്. ഇനി രാമൻ ഭരിക്കട്ടെ. അപ്പൊ ഈ 60,000-ത്തിന് ഒരു കണക്കുണ്ടല്ലേ.
എവിടെയും 60,000 വർഷം എന്നൊരു പരാമർശം വരുന്നുണ്ട്. കാട്ടിൽ പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ ഭരതൻ 60,000 അക്ഷൗഹിണി പടകളുമായിട്ട് പോയി എന്നാണ്. മിഥിലാപുരിയിലെ സീതാ സ്വയംവരത്തിന് ഒടിക്കേണ്ട ശിവധനുസ് 60,000 വീരന്മാരാണ് പൊക്കിക്കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു മാജിക് നമ്പർ എന്ന് പറയാം 60,000 അല്ലെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ആ ഒരു 33ന്റെ കാരണം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി 60,000ത്തിന്റെ കാര്യം കൂടെ പഠിക്കാം. അതിന്റെ മൂല കാരണം ശരിക്കും ദേവി ഭാഗവതത്തിലാണ് പറയുന്നത്. ശുംഭ നിശുംഭന്മാരുടെ അട്ടഹാസം ഉയർന്നു. ദേവി ഇവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കാനായിട്ട് എത്തി. അപ്പൊ ശുംഭനാണ് തന്റെ സൈന്യാധിപന്മാരെ അയച്ചത്. അപ്പോ തന്നെ വിവാഹം ചെയ്യാനായിട്ട് ദേവിയോട് ആവശ്യപ്പെടുകയാണ് അല്ലെ. ഇനി സമ്മതമില്ലെങ്കിൽ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു കൊണ്ടുവരാനും പറയുന്നുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശുംഭനാണ് രാജാവ്, നിശുംഭൻ പങ്കാളി. അപ്പൊ അങ്ങനെ ദേവി പറയുന്നു, എനിക്ക് ഒരു സങ്കല്പമുണ്ട്, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ഒരാളെ ഞാൻ വിവാഹം ചെയ്യുള്ളൂ. ഇത് കേട്ട് ശുംഭൻ എന്ത് ചെയ്തു? ദേവി സൈന്യത്തെ ഇല്ലാതാക്കാൻ ഒരു അസുരനെ അയക്കണം. അവന്റെ പേരാണ് ധൂമ്രലോചനൻ. അവൻ പോയി എങ്ങനെയാണ് അവൻ ദേവി മഹാത്മ്യം പറയുന്നുണ്ട്, ധൂമ്രലോചനനെയാണ് അയച്ചതെന്നല്ലേ. അപ്പോ പറയുന്നു ഷഡ് സഹസ്രാണാം അസുരാണാം, 60,000 അസുരപ്പടയുമായിട്ടാണ് പോയത്. എവിടെ നോക്കിയാലും 60,000 വീണ്ടും വീണ്ടും വരികയാണ്. അപ്പൊ ഈ 60,000 എന്നതിന് ഒരു പ്രത്യേക രഹസ്യമുണ്ട്. എന്താണ്? ഒരു കുട്ടി ജനിക്കണോ അല്ലെ, അത് സൃഷ്ടി. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ അറിയാം അത് അവിടെ ഉണ്ടെന്ന് അല്ലെ. അത് സ്ഥിതി, എക്സിസ്റ്റൻസ്. കുട്ടി വളരുക എന്ന് പറഞ്ഞാൽ എന്താ? അത് വളർന്നു, വർദ്ധിക്കുക. അത് വർത്തമാനം പറയുന്നു, വലുതാകുന്നു എന്നർത്ഥം. വലുതാകും തോറും എന്താ മാറ്റങ്ങൾ സംഭവിക്കുന്നു, പരിണാമം അല്ലെ. അപ്പൊ 40-50 വയസ്സ് അല്ലെ, അത് മധ്യവയസ്സ്. അത് കഴിഞ്ഞാൽ എന്താ? ക്ഷയം സംഭവിക്കുന്നു. എന്താ? ഈ വളർച്ച കഴിഞ്ഞിട്ട് ആ ഒരു ഡിക്ലൈനിങ് ഫോം, അതായത് അത് താഴോട്ട് വരാൻ തുടങ്ങും, ക്ഷയം. അവസാനത്തതോ ഇതെല്ലാം കഴിഞ്ഞ് ശരീരത്തിന് സംഭവിക്കുന്ന എന്താണ്? അത് കാണാതായി പോകുന്നു, അതിനെ ലയം. അപ്പൊ ഈ 6 കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്: സൃഷ്ടി, അസ്ഥി, വർധനം, പരിണാമം, ക്ഷയം, ലയം. അപ്പൊ നമ്മൾ ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്കും 6 തലങ്ങളുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഉള്ളിൽ എല്ലാവർക്കും ഒരേ ബ്രഹ്മമാണ് അല്ലെ. ദേവി 16 വയസ്സുള്ള കുട്ടി എന്ന് പറയാം, അമ്മ നിത്യ യൗവനയാണെന്ന് പറയാൻ എന്താ? ജീവന് ഈ മാറ്റങ്ങൾ ബാധകമല്ല. കാലം അല്ലെ, ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്, പരാന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? ഈ ആദ്യത്തെ ത്രിപുടി തന്നെ വരാൻ കാരണം എന്താ? ആ ഏകമായിരിക്കുന്ന വസ്തുവിലെ മഹത്വത്തിലൂടെ നമ്മൾ ആ ഒരു ബിന്ദുവിലെത്തി. ബിന്ദു മൂന്നായിട്ട്, അതായത് 3 ത്രികോണങ്ങളായിട്ട് മാറി. എന്താ? കാണപ്പെടുന്ന ഞാൻ എന്ന് പറയുന്ന ഏകമായിരിക്കുന്ന ബോധം, കാണപ്പെടുന്ന വസ്തു, കാണുക എന്ന് പറയുന്ന നോളജ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ത്രിപുടി. ഇതിനെ ശരിക്കും പറഞ്ഞ മാനമാത്രമേയങ്ങള്. അപ്പൊ എന്താണ് ഈ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആൻഡ് നോളജ്? ഇതാണ് ഈ ലോകം, പ്രപഞ്ചം മുഴുവനും. അതേസമയം ഈ പ്രപഞ്ചത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും, എല്ലാ വസ്തുക്കളും, ഈ പറയുന്ന എല്ലാം, അതായത് എന്താ പറയാ, സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ എന്താ? ഈ 6 കാര്യങ്ങൾ. അതേസമയം മനുഷ്യനിലെ, മൃഗങ്ങളിലൊക്കെ പ്രത്യക്ഷമായിട്ട് കാണാം. മറ്റുള്ള കാര്യങ്ങൾ, ജംഗമ വസ്തുക്കളൊക്കെ അനേക വർഷങ്ങൾ ജീവിച്ചിട്ട് അത് പൊടിഞ്ഞ് അത് ഇല്ലാതായി തീരും. എല്ലാം ഒരു സമയത്ത് നാശത്തിന് വിധേയമാകും. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, ലയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന വസ്തു, ആത്മാവെന്ന് പറയുന്നത് ഏകമായിരിക്കുന്ന, മാറ്റമില്ലാത്ത, ഈ പറയുന്ന മാറ്റങ്ങൾ ഒന്നും അതിനെ ബാധിക്കാത്ത, അതുകൊണ്ടാണ് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടാത്ത, താമര അഴുക്കിൽ വളരുന്ന പോലെ, താമരപ്പൂ അത് ഉയർന്നു നിൽക്കുന്നു ചെളിയിൽ നിന്ന്. അതുപോലെ നമ്മളെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയഭാഗത്ത് ഇതിനെ എല്ലാം പ്രൊജക്ട് ചെയ്തുകൊണ്ട്, ഈ ശരീരത്തെ, മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു വസ്തുവുണ്ട്. അതിനെയാണ് നമ്മൾ ആത്മാവ്, ആത്മവസ്തു, ബ്രഹ്മം, ദേവി എന്നൊക്കെ പറയുന്നത്. ഈ വന്ന വസ്തുവിനെ പ്രൊജക്ട് ചെയ്ത ശരീരത്തിന് 6 കാര്യങ്ങൾ നിർബന്ധമായിട്ടുമുണ്ട്. ഭൂമിയിലേക്ക് വരുന്നു, ഇവിടെ ഇരിക്കുന്നു, സൃഷ്ടി ഉണ്ടായി, ഇവിടെ വന്നു, അത് വർദ്ധിക്കുന്നു, പരിണാമം സംഭവിക്കുന്നു, ക്ഷയിക്കുന്നു, അവസാനം ലയിക്കുന്നു. ഇല്ലേ? ഈ 6 കാര്യങ്ങൾ. അപ്പോ അതിനെയാണ് നമ്മൾ വളർന്നു, തളർന്നു, ലയിച്ചു അല്ലെ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ 6 പരിണാമങ്ങൾ, നാമരൂപങ്ങളാണ് നമ്മളെല്ലാം അല്ലെ. നാമവും രൂപവും വന്നു. എപ്പോ വന്നു? ഈ പറയുന്ന ജീവൻ ഒരു ശരീരത്തിൽ കയറിയപ്പോ. പശുവിനെ പശു എന്ന് പറയുന്നു, പൂച്ചയെ പൂച്ച, മനുഷ്യനെ മനുഷ്യൻ, ആണ് പെണ്ണ്. എപ്പോഴാ വന്നത്? നമുക്ക് രൂപം കിട്ടിയപ്പോ നാമവും വന്നു. അപ്പൊ ഈ നാമരൂപങ്ങൾക്ക്, നാമത്തിന് പരിണാമം വരുന്നില്ല, രൂപത്തിന് പരിണാമം ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. ഇതിനെയാണ് നമ്മൾ ഷഡ് വിപര്യങ്ങൾ എന്ന് പറയുന്നത്. വിപര്യ ജ്ഞാനം എന്ന് പറയുന്ന വേദത്തിലെ ഏറ്റവും ഉയർന്ന തലമാണിത്. ആ വിപര്യ ജ്ഞാനം എന്ന് പറയുന്നത് ആ ഒരു വിപരീത ജ്ഞാനം, അതായത് ഉണ്മയുള്ള, നമ്മൾ ശരിക്കും സത്യത്തെ അറിയുന്ന ഒരറിവ്.
ഇതിനാണ് നമ്മൾ ബോധം, അല്ലെങ്കിൽ നമുക്ക് ശരിക്കുള്ള ആ ഒരു നിത്യാനിത്യ വിവേകം എന്നൊക്കെ പറയുന്നത്. ആ ഒരു സത്യത്തെ അറിയുക. ഈ 6 അറിവുകള്, 10 ജ്ഞാനേന്ദ്രിയങ്ങള്, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അതിലൂടെ അറിയപ്പെടുന്നതിനെ എന്താ പറയുന്ന 10 × 6 60. ഇതിൽ വലുതും ചെറുതും എല്ലാം ഉണ്ടാവാം അല്ലേ. അപ്പൊ ഇതിൽ ഓരോന്നിനും 1000 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻഫിനിറ്റ് നമ്പർ എന്നേ ഉള്ളൂ. സഹസ്രാരം, സഹസ്രം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എണ്ണാൻ പറ്റാത്തത്, ഇൻഫിനിറ്റ് എന്ന അർത്ഥം. ഈ 60ന്റെ കൂടെ, അതായത് ഈ 10 × 6 കർമ്മങ്ങള്, ഷഡ്കർമ്മങ്ങള്, അപ്പൊ ഇതുമായിട്ട് 10 അപ്പൊ 60ആയി. 60ന് ഓരോ ലക്ഷം കൂട്ടും. അപ്പൊ നമ്മള് ചതുഷ്ഷഷ്ടി കോടി, 64 യോഗിനികളുടെ കൂടെ ഓരോ കോടി ചേർത്തപ്പോ ചതുഷ്ഷഷ്ടി കോടി യോഗിനികളായി. അതുപോലെ ഈ 6 കാര്യങ്ങളുടെ കൂടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അറിവ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ ബന്ധിക്കുന്നത്. നമുക്ക് ഈ അറിവില്ലാത്തത് കൊണ്ട് ഈ ഷഡ് വിപര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഈ 60,000 എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന, മനുഷ്യ ജന്മത്തില് അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് ഇത്. സഹസ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മെനി എന്ന അർത്ഥമുള്ളൂ, കൗണ്ട്ലെസ് അല്ലെ, ഇൻഫിനിറ്റ് എന്നൊക്കെ അർത്ഥം. ഓരോ ജീവനും ഈ വിപര്യ ജ്ഞാനത്തിലേക്കാണ്, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ കുരുങ്ങി കിടക്കുന്നത്. ഇതാണ് 60,000 ആണ്ടുകൾ ജീവിച്ചാലും ഈ സത്യം അറിഞ്ഞാലേ ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് പറയണതിന്റെ അർത്ഥം. ഈ 60,000ത്തെ നിയന്ത്രിക്കുന്നവൾ, അതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൾ ബാലാപരമേശ്വരി അല്ലെ, അതിൽ സന്തുഷ്ടയായവൾ. ഈ 30 മക്കളെ നിസാരമായിട്ട് ഇല്ലാതാക്കി ദേവി അല്ലെ, കൊച്ചുകുട്ടി. അതുകൊണ്ടാണ് ബാലാവിക്രമ നന്ദിത. ഇതാണ് ശരിക്കും ദേവി നമുക്ക് കാണിച്ചു തരുന്നത്. എന്താ, തന്റെ ഭക്തന്റെ പ്രാണശക്തിയായിട്ട് പാമ്പിന്റെ രൂപത്തിലിരിക്കുന്ന അതേ ദേവി തന്നെ അവന്റെ മനസ്സാകുന്ന മാനസ സരോവരത്തിലെ ഹംസമായിട്ട് സന്തോഷത്തോടെ നീന്തുന്നു. ഭക്തമാനസ ഹംസിക. അപ്പൊ ദേവി എവിടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ സ്ഥലത്തെയാണ് നമ്മൾ വശിന്യാദി വാഗ്ദേവതകള് ലളിതാ സഹസ്രനാമത്തിലെ ലളിതാദേവിയുടെ സ്തുതിയിൽ പറയുന്നത്. ഭക്തരുടെ ഹൃദയമാകുന്ന സരസിലാണ് അമ്മയ്ക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഭക്തമാനസ ഹംസികായൈ നമഃ. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താ വേണ്ടത്, ശുദ്ധ സ്ഫടികം പോലെയുള്ള അവനവന്റെ മാനസ സരോവരം, അതായത് ഒരഴുക്കും വീഴാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ വെക്കണം. അതിന്റെ അടിത്തട്ട് കാണണം. അവിടെ യാതൊന്നും വേണ്ട. നമ്മൾ പറയുന്നത്, നമ്മുടെ അന്ധകരണ ശുദ്ധി, ത്രികരണ ശുദ്ധി, ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് എല്ലാം ഒരേ ലൈനിൽ നിൽക്കണം. ഒന്ന് പറയുക, ഒന്ന് ചിന്തിക്കുക, വേറൊന്ന് ചെയ്യുക. ഒരിക്കലും ഇത് ചെയ്യരുത്. ദേവി ഉപാസകർ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ട് വരെ അമ്മയ്ക്ക് കാണാൻ പറ്റണം. അമ്മ ഇരിക്കുന്ന സ്ഥലം അത്, അവിടെ ശുദ്ധമായിട്ട് വെക്കണം നമ്മള്. അപ്പോ ആ ഒരു ശുദ്ധജലത്തില്, ആ സ്ഫടിക ജലത്തില് അമ്മ അവിടുന്ന് വന്നൊരു ഹംസമായിട്ട് സദാ ഇരിക്കണേ അമ്മ. എന്നെ വെറുതെ ഇവിടെ ഒറ്റപ്പെടുത്തരുതേ. ഞാൻ വെച്ചിരിക്കുന്ന ആലംബങ്ങളെല്ലാം എന്റെ മിഥ്യാധാരണകളാണ്. ആ മിഥ്യാധാരണകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ഈ പ്രപഞ്ച പാശങ്ങളിൽ നിന്നെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് അമ്മയുടെ ക്രോധമാകുന്ന അങ്കുശം വെച്ച് അതിനെ എല്ലാം ഇല്ലാതാക്കിയിട്ട് എന്റെ ആ സോഹം എന്നുള്ള ഹംസമന്ത്രം, അമ്മ ഹംസമാണ് എന്റെ ഉള്ളിൽ അല്ലെ, സഹ അഹം, സ എന്ന് പറയുന്ന ശക്തിയും ഹ എന്ന് പറയുന്ന ശിവനും കൂടി എനിക്ക് പ്രാണനായിട്ട് തീർന്നു. ഞാൻ ഓരോ നിമിഷവും അമ്മയെ ഈ അജപാ ഗായത്രിയിലൂടെ സ്മരിക്കുകയാണമ്മ. ഇതൊന്നും എനിക്ക് അറിയാതെ പോയി, ഇതെല്ലാം എന്റെ തെറ്റാണ് അമ്മ, അത് ക്ഷമിക്കണം അമ്മ. ഞാൻ അമ്മയല്ലേ അല്ലെ. നമ്മളിപ്പോ ശങ്കരാചാര്യ സ്വാമികൾ പറയും പോലെ, അമ്മ കുമാത നഭവതി കുപുത്രോ ജായതേ കുമാത നഭവതി. അമ്മ ഒരിക്കലും അമ്മയുടെ താഴോട്ട് ഇറങ്ങി വരരുതേ അമ്മ, ഞങ്ങളെ ശിക്ഷിക്കരുതേ. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ദേവി ഭക്തരെല്ലാം തന്നെ ശരണാഗതി, ഇതാണ് നമ്മുടെ ശരണാഗതി. അപ്പോ എന്താ പറയാ, ആ ജഗദംബിക നമ്മുടെ എല്ലാവരുടെയും ഉള്ളില്, നമ്മുടെ മാനസ സരോവരത്തില് ഒരു ഹംസമായിട്ട് സദാ കളിയാടട്ടെ. ആ മാനസ സരോവരം എന്ന് പറയുന്ന ഉയർന്ന ഹിമാലയത്തിന്റെ ചരിവിലാണ്. കൈലാസത്തേക്ക് എത്താൻ വളരെ കുറച്ച് സമയമേ വേണ്ടി. ആ ഹൃദയമാകുന്ന മാനസരോവരത്തിൽ നിന്ന് ഒരിക്കലും നമ്മുടെ ഹംസികയായിരുന്ന അമ്മ പറന്നു പോകാതിരിക്കട്ടെ. പോകുമ്പോ നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച് ഈ പറയുന്ന പ്രപഞ്ചമാകുന്ന ഈ ഒരു എന്താ പറയാ സമുദ്രത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് പൂർണ്ണമായിരിക്കുന്ന ആ ഒരു മോക്ഷ പദത്തിലേക്ക് അല്ലെ, കൈവല്യ പദദായിനിയായിട്ട് നമ്മളെ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, ഈ ഒരു എന്താ പറയാ ഭക്തമാനസ ഹംസിക എന്ന് പറയുന്ന ആ ഒരു സത്സംഗ പരമ്പര ഞാൻ എൻ്റെ ഗുരുപരമ്പരയുടെയും ആ സാക്ഷാൽ എൻ്റെ അമ്മയായിരിക്കുന്ന ത്രിപുര പരമേശ്വരിയുടെയും പാദത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും അമ്മ കൈപിടിച്ച് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.